ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഈ ഭൂമിയിലേക്ക് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വിട്ടത്, അല്ലെങ്കിൽ സൃഷ്ടിച്ചു വിട്ടത്, ഇവിടെ ഇങ്ങനെ കുറെ കാലം രസിച്ച് രമിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് ജീവിച്ച് മരിച്ചു പോവാനുള്ളതല്ല ഈ ലോകം. അല്ല, ഈ ലോകം ലഅബിന്റെയും ലഹ്വിന്റെയും സീനത്തിന്റെയും തഫാഖുറിന്റെയും തകാസുറിന്റെയും ഒക്കെ ലോകമാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സംശയത്തിനിടമില്ലാതെ പ്രഖ്യാപിച്ചതാണ്. ഒരു കളിയുടെ, വിനോദത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രിയപ്പെട്ടവരെ അലങ്കാരത്തിന്റെ, പരസ്പരമുള്ള അഹന്തയും പെരുമയും നടിക്കുന്ന ഒരു ലോകം. അതിനിടയിൽ നമ്മെ അല്ലാഹു തിരിച്ചു വിളിക്കാം. 10-ലും 20-ലും 30-ലും 40-ലും 50-ലും ഒക്കെ നമ്മെ വിട്ട് പിരിഞ്ഞു പോയവർ നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ട് എന്ന കാര്യം നമുക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ ലോകം വിട്ട് പോവേണ്ടവരാണ്. പോകുമ്പോ ഈ കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ ഒരു വീടും വിട്ടു പോവാതെ അല്ലാഹുവേ നിന്റെ വഹദാനിയത്തെത്തിക്കുവാൻ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട് നാഥാ എന്ന ആത്മസംതൃപ്തിയോടുകൂടി മടങ്ങാൻ. അല്ലാഹുവേ നിന്റെ വഹദാനിയത്ത് കേൾക്കാത്ത മുക്കുമൂലകളിൽ, അല്ലാഹുവേ നിന്റെ തൗഹീദ് മനസ്സിലാകാത്ത മനുഷ്യർക്ക് മുന്നിൽ, കവലകളിൽ, തെരുവീതികളിൽ, അങ്ങാടികളിൽ, റബ്ബേ മുക്കുമൂലകളിൽ ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചിട്ടുണ്ട്. റബ്ബേ കബൂലാക്കണേ അല്ലാ എന്ന് ആത്മസംതൃപ്തിയോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഓർത്തുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയാൻ. അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. അതല്ലാതെ ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും ആൾക്കൂട്ടങ്ങളെ കാണിച്ചുകൊണ്ട് ഒരു വിജയാഘോഷം നടത്താൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല വിസ്ഡം എന്ന് പറയുന്ന പ്രസ്ഥാനം. അല്ല, ഇന്ന് വരെ ഒരു നൂറ്റാണ്ട് കാലമായി 1921 കാലഘട്ടങ്ങളിൽ സനാഉൽ മക്തി തങ്ങളെ പോലെയുള്ള ആളുകൾ ഒറ്റയാൾ പടയോട്ടം നടത്തി അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പ് പേറി ജീവിച്ചിരുന്ന മനുഷ്യരെ, പ്രിയപ്പെട്ടവരെ, ശിർക്കിന്റെ അഗാധഗർത്തത്തിൽ വീണുപോയ മനുഷ്യരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പണിയെടുത്ത ഒറ്റയാൾ പടയോട്ടം നടത്തി അവിടെ നിന്ന് വലിയ പ്രസ്ഥാനമായി മാറിയ 2026 എത്തി നിൽക്കുമ്പോ ലക്ഷക്കണക്കിന് ആളുകൾ ഈ തൗഹീദ് സ്വീകരിച്ചവരായി കേരളക്കരയിൽ മാറി നിൽക്കുമ്പോ അഹങ്കാരത്തിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന്റെ പതാക ഉയർത്തി ഏതെങ്കിലും കാര്യലാഭങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് എന്ന് ഗൗരവത്തോടുകൂടി നിങ്ങൾ ഓർക്കണം. ഏറുകൊണ്ടോ ചീത്ത കൊണ്ടോ കൂക്കുവിളി കൊണ്ടോ അധിക്ഷേപിച്ചു, ആക്ഷേപിച്ചു, പരിഹസിച്ചു, അകറ്റി നിർത്തി, ഒറ്റപ്പെടുത്തി പലതും ഞങ്ങളുടെ നേതാക്കന്മാർക്കുണ്ടായിട്ടുണ്ട്. സയ്യിദ് മൗലവി രണ്ടത്താണിയെ പോലെ പ്രസംഗിക്കുമ്പോ കരിങ്കല്ലിന്റെ കഷ്ണങ്ങൾ കൊണ്ടെറിഞ്ഞ് അദ്ദേഹത്തിന്റെ പല്ല്, പ്രിയപ്പെട്ടവരെ, പ്രസംഗ പീഠത്തിൽ അതേ തെറിച്ചു വീണു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആക്രമിച്ചവരെ, എറിഞ്ഞവരെ ശിക്ഷയ്ക്ക് വിധേയമാക്കാമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, മാപ്പ് കൊടുക്കൂ അവർക്ക്. പക്ഷേ പകരം നിങ്ങൾ എനിക്ക് ഇതേ സ്റ്റേജിൽ 3 ദിവസം തൗഹീദ് പറയാൻ ഒരു പെർമിഷൻ തന്നാൽ മതി എന്ന് പറഞ്ഞ സയ്യിദ് മൗലവി രണ്ടത്താണി അതംഗീകരിച്ച് സയ്യിദ് മൗലവി രണ്ടത്താണിക്ക് അതേ വേദിയിൽ 3 ദിവസം പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടി അല്ലാഹുവിന്റെ വഹദാനിയത്ത് പറയാൻ, പ്രിയപ്പെട്ടവരെ, കുടുംബത്തിന് വേണ്ടിയുള്ള സംസാരമല്ല, ആ വ്യക്തിയുടെ ലാഭത്തിന് വേണ്ടിയുള്ള സംസാരമല്ല. മനുഷ്യരെ, ഞാനും നിങ്ങളും ചെന്ന് കിടക്കേണ്ട, ഒറ്റയ്ക്ക് കിടക്കേണ്ട 6 അടി മണ്ണാകുന്ന കബറിൽ നമ്മൾ ഒറ്റക്കായിരിക്കുമെന്ന് പറയാൻ, ആ കബറിൽ ചോദ്യമുണ്ട് എന്ന് പറയാൻ, നാളെ റബ്ബിന്റെ നീതിപൂർവമായ കോടതിയിൽ കാരക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കാത്ത റബ്ബിന്റെ നീതിനിഷ്ഠമായ കോടതിയിൽ ഒറ്റയ്ക്ക് ചെന്നു നിൽക്കേണ്ടി വരുമെന്ന് പറയാൻ, ആ റബ്ബ് ആദ്യമായി പരിഗണിക്കുന്ന തൗഹീദ് ജീവിതത്തിൽ എങ്ങനെ നിലനിർത്തി എന്ന് പരിശോധിക്കുന്ന ആ കോടതിയിൽ രക്ഷപ്പെടാൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിനുവേണ്ടിയാണ് അതിക്രമിച്ചവരോടും അക്രമിച്ചവരോടും മാപ്പ് കൊടുത്ത് പകരം ഈ ആളുകൾക്ക് മുന്നിൽ ഖുർആനിന്റെ ആയത്ത് പറയാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് പറയാൻ, തൗഹീദ് പറയാൻ, സുന്നത്ത് പറയാൻ, ബിദ്അത്തിനെതിരെ പറയാൻ ഞങ്ങൾക്ക് പെർമിഷൻ തന്നാൽ മതി എന്ന് പറഞ്ഞ് കെട്ടിപ്പടുത്തതാണ് ഈ ആദർശത്തിന്റെ പ്രസ്ഥാനമെന്ന് ഇവിടെ ഇരിക്കുന്നവരെ നമ്മൾ ഓർക്കണം. ഇവിടെ ഇരിക്കുന്നവർ നമ്മൾ ഓർക്കണം. ഏറെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. എന്തിനാണ് ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചത് എന്ന് നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇന്ന് നമുക്ക് നല്ല ജീവിത സൗകര്യങ്ങളായി. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പട്ടിണിയായിരുന്നു, പ്രയാസങ്ങളായിരുന്നു. നമുക്കേറെ നല്ല അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായി. ഒരുപാട് ആളുകൾ ജോലിയിലാണ്.
ഗവൺമെന്റ് ഉദ്യോഗങ്ങളിലാണ്, അത് മാത്രമല്ല ബിസിനസ്സുകളിലാണ്, വലിയ വലിയ ക്രയവിക്രയങ്ങളിലാണ്. ആയിരങ്ങളും ലക്ഷങ്ങളും വരുമാനമുള്ളവരായി മനുഷ്യർ മാറി. പട്ടിണിയൊക്കെ പതുക്കെ പതുക്കെ അകന്ന് നമ്മുടെ നാടിന്റെ പരിസരത്ത് നിന്ന് മാറിപ്പോയി. നമ്മളൊക്കെ സുഖലോലുപന്മാരായി മാറി. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിഅയിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണത്? അസ്ഹാബു ഷിമാലിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു തആല പറഞ്ഞു, വഅസ്ഹാബു ഷിമാലി മാ അസ്ഹാബു ഷിമാൽ ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അളീം വകാനൂ യഖൂലൂന അയിദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമ അഇന്നാ ലമബ്ഊസുൻ എന്ന് തുടങ്ങുന്ന വചനത്തിൽ 2 ആയത്തുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹ് എടുത്തു പറഞ്ഞു, അവർ ഈ നരകത്തിലായിപ്പെടാനുള്ള കാരണം എന്തെന്നറിയുമോ നിങ്ങൾക്ക്? ഈ കത്തിജ്വലിക്കുന്ന മനുഷ്യ ശരീരത്തിന്റെ ആ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന തീച്ചൂളകൾ, അത് ആ നരകത്തിൽ ചെന്ന് ഇവർ പെട്ടുപോകാനുള്ള കാരണം എന്താണ്? ഇവർ സുഖലോലുപന്മാരായിരുന്നു ഭൂമിയിൽ. ഇവർ സുഖലോലുപന്മാരായിരുന്നു ഭൂമിയിൽ. പോരാ, തെറ്റാണെന്നറിഞ്ഞിട്ടും ആ തെറ്റിൽ ഉറച്ചു നിന്നവരായിരുന്നു അവർ. അതാണ് അല്ലാഹ് എടുത്തു പറഞ്ഞത്. വലിയ വലിയ തെറ്റുകൾ, ആ തെറ്റുകൾ തെറ്റാണെന്നറിഞ്ഞിട്ടും അതിൽ ഉറച്ചു നിന്നു. ലോകത്ത് മനുഷ്യരെ ഏറ്റവും വലിയ തെറ്റെന്താണ്? ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷം നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ലോകത്തിൽ ഏറ്റവും വലിയ തെറ്റേതാണ്? എന്നെ സൃഷ്ടിച്ച റബ്ബ്, എനിക്ക് വായുവും വെളിച്ചവും തരുന്ന റബ്ബ്, മാതാവിന്റെ ഗർഭപാത്രത്തിനുള്ളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്തിപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഈ ലോകത്തില്ല. മാതാവിന്റെ ഗർഭപാത്രത്തിനുള്ളിലില്ല. തെറിച്ചു വീണ ശുക്ലത്തിൽ നിന്ന് ലക്ഷണമൊത്ത ബീജത്തെ എടുത്ത് പ്രിയപ്പെട്ടവരെ അമ്മയുടെ അണ്ടവുമായി ചേർത്ത് ഗോളാകൃതി പ്രാപിച്ച് മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ 1ാമത്തെ ഭിത്തി കോട്ടയുണ്ടാക്കി, 2ാമത്തെ ഭിത്തിക്ക് ദ്വാരമുണ്ടാക്കി, 3ാമത്തെ ഭിത്തിയിൽ അട്ടയെപ്പോലെ തൂങ്ങിപ്പിടിച്ചു നിൽക്കുന്നൊരവസ്ഥയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? മനുഷ്യരെ നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 6ാമത്തെ ആയത്തെത്തുമ്പോൾ അല്ലാഹു തആല പറഞ്ഞു, യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാത്തികും ഖൽഖം മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാത്തിൻ 3 അന്ധകാരങ്ങൾക്കുള്ളിൽ, ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറക്കുള്ളിൽ ഘട്ടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നിങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ നിങ്ങളെ സംവിധാനിച്ചു എന്ന് അള്ളാഹുവിന്റെ കലാമ് പറയുകയാണ്. അങ്ങനെ വന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. അവിടുന്ന് സമയമായപ്പോ ഗർഭപാത്രത്തിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് അല്ലാഹു തആല ഒഴുക്കിക്കൊണ്ടുവന്നു. അതിന് കൊടുത്ത ദ്രാവകം ഗർഭപാത്രത്തിനുള്ളിൽ കൊടുത്തു. അതിന്റെ സയൻസിന്റെ വശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ ഭൂമിയിലേക്ക് പറന്നു വീണു, പക്വതയിലേക്കെത്തി, പരിപക്വതയിലേക്കെത്തി. എന്തിനാണ് എന്നെയും നിങ്ങളെയും അല്ലാഹു ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന ചോദ്യത്തിന് ഖുർആൻ ഉത്തരം നൽകിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എവിടെ രസിച്ചും രമിച്ചും തീർക്കാനുള്ളതല്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആയത്തിന്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ എന്നെയും നിങ്ങളെയും അല്ലാഹു ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടത് ലോകത്തിന്റെ രക്ഷിതാവായ അണ്ടഘടാഹങ്ങളുടെ അധിപനായ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. ഈ പ്രദേശത്തെ ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ മനുഷ്യരും അല്ലാഹുവിനെ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ, ഈ അണ്ടഘടാഹങ്ങളുടെ അധിപനെ, വിരാട് പുരുഷൻ എന്ന് പേരിട്ട് വിളിക്കുന്ന മഹാശക്തിയെ മാത്രമാണോ ആരാധിക്കുന്നത് എന്ന ചോദ്യത്തിനുത്തരം എന്റെയും നിങ്ങളുടെയും നാവും മനസ്സും പറയും, അല്ല, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുന്ന ഒരുപാട് മനുഷ്യർ ലോകത്തുണ്ട്. ഉണ്ട് പ്രിയപ്പെട്ടവരെ. തൃത്വം എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് മുന്നോട്ട് പോകുന്നവർ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് ആരാധനയെ തിരിച്ചുവിട്ടവർ മഹാഭൂരിപക്ഷമാണ് ലോകത്തുള്ളത്. പലതിനെയും ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. എന്നാ ഖുർആൻ പറയുക, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് തന്നെ, മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചത്, ജിന്നുവർഗമേ നിങ്ങളെ സൃഷ്ടിച്ചത് എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. 2-ാം അധ്യായം സൂറത്ത് ബഖറ 21-ലേക്ക് എത്തുമ്പോ 22-ലേക്ക് എത്തുമ്പോൾ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസു അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിൽ 21-22 വചനങ്ങളിലേക്ക് എത്തുമ്പോൾ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു
മനുഷ്യന്റെ ബുദ്ധിയെ, ചിന്തയെ തട്ടി ഉണർത്തി പറയുകയാണ്, ഓ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ് എന്ന് പഠിപ്പിക്കുകയാണ്. നിങ്ങളെ സൃഷ്ടിച്ചവനായ പോരാ, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനായ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു. നമ്മുടെ മാതാപിതാക്കളെ, അതിന്റെ മാതാപിതാക്കളെ, പ്രവാചക ഗുരുവര്യന്മാരെ, ലോകത്തിലേക്ക് വന്ന മുഴുവൻ മനുഷ്യരെയും മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിന്റെ സത്ത കൊണ്ട് 60 മുഴം നീളമുള്ള ആദമിന്റെ രൂപം കൊടുത്ത് ജീവൻ കൊടുത്ത ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അല്ലേ പ്രിയപ്പെട്ടവരെ? അവിടെ നിങ്ങോട്ട് മനുഷ്യലോകത്തെ കുറിച്ച് ചിന്തിക്കൂ, ആലോചിക്കൂ. നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച റബ്ബ്, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച റബ്ബ് അതെ എടുത്തു പറഞ്ഞു, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും. അപ്പൊ എല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് ആകാശത്തുനിന്ന് വെള്ളമിറക്കി തന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ഉൽപ്പാദിപ്പിച്ചു തന്ന റബ്ബ്, ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അവനു നിങ്ങൾ സമന്മാരെ നിശ്ചയിക്കരുത് കേട്ടോ, അവനു നിങ്ങൾ പകരക്കാരെ വെക്കരുത് കേട്ടോ. ഖുർആനിലെ പൊതുജനങ്ങളോടുള്ള കൽപ്പനയാണത്. 2-ാം അധ്യായത്തിലെ 21-22 വചനങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മനുഷ്യരെ, എന്നെ കേൾക്കുന്നവരെ, ആരാധനയുടെ മുച്ചൂട് രംഗങ്ങൾ, പ്രാർത്ഥനയുടെ എല്ലാ രംഗങ്ങളും, ഇബാദാത്തിന്റെ എല്ലാ രംഗങ്ങളും, നേർച്ച വഴിപാടുകളുടെ എല്ലാ രംഗങ്ങളും, സത്യം ചെയ്യുന്നതിന്റെ എല്ലാ വശങ്ങളും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുന്നിലേക്ക് മാത്രമേ പോകാവൂ. ഇൻഷാ അല്ലാഹ് അതിന്റെ ആയത്തുകളും ഹദീസുകളും ഒക്കെ നമസ്കാരാനന്തരം ഞാൻ പറയും. ഇവിടെ ആമുഖമായി സൂചിപ്പിക്കുന്നത് ആരാധനയുടെ ഏതൊക്കെ വശങ്ങളുണ്ടോ എല്ലാം അവന്റെ മുമ്പിലേക്ക് മാത്രമാണ്. ഇനി ഒരു ചോദ്യം ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരോടും നമ്മൾ ഒന്നിച്ചു ചോദിക്കുകയാണ്. സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട്, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരോട്, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കലാമാകുന്ന 114 അധ്യായങ്ങൾ, 6236 ആയത്തുകൾ, ഇവിടെ ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങളോട് നമുക്കൊരുമിച്ച് ചോദിക്കാം. എന്താ ചോദിക്കേണ്ടത്? ആ ഖുർആനിൽ, പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് അല്ലാതെ മറ്റാരോടെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രാർത്ഥനയുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ, പ്രിയപ്പെട്ടവരെ, ലോകരക്ഷിതാവായ റബ്ബിനോടല്ലാതെ നമുക്കറിയുന്ന എത്ര പ്രാർത്ഥനയുണ്ട്? ഇൻഷാ അല്ലാഹ് ഞാനത് പറയാം. ഏറ്റവും ചുരുങ്ങിയത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. 24 നബിമാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കഴിഞ്ഞുപോയ 24ഓളം പ്രവാചകന്മാർ, നബിയെയും കൂട്ടി 25ഓളം പ്രവാചകന്മാർ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ ചോദ്യം, മുത്തുനബി ഇതിലേതെങ്കിലും ഒരു പ്രവാചകന്മാരോട് ഏതെങ്കിലും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ വേറെ ഏതെങ്കിലും ഒരു നബി മറ്റേതെങ്കിലും ഒരു നബിയോട് ഏതെങ്കിലും ഒരു പ്രയാസമുള്ള ഘട്ടത്തിൽ, അതല്ലെങ്കിൽ അക്കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ചുപോയ മഹത്തുക്കളായ മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളോട്, സുഹൃത്തുക്കളെ, പ്രാർത്ഥിച്ച ഒരായത്ത് വേണ്ട, ഒരായത്തിന്റെ കഷ്ണമെങ്കിലും, ഒരു വാക്കെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഖുർആനിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല എന്നത് 100% ഉറപ്പാണ്. എല്ലാ പ്രാർത്ഥനയും, ഖുർആനിൽ എല്ലാ പ്രാർത്ഥനയും ഒരുപക്ഷേ റബ്ബന എന്ന് തുടങ്ങും, അതല്ലെങ്കിൽ റബ്ബി എന്ന് തുടങ്ങും. എന്റെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ. ഇങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ ഖുർആനിലുള്ളത്? ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് വരും. ഹദീസിലേക്ക് വന്നാൽ നിത്യജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ട ധാരാളം ദിക്റുകൾ, പ്രാർത്ഥനകൾ, മുസ്ലിം ഉമ്മത്തെ എവിടെയെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടല്ലാതെ ഒരു ദിക്ർ, ഒരു പ്രാർത്ഥന ഈ ഖുർആനിന്റെ വ്യാഖ്യാനമായ ഹദീസിൽ, ഇമാം ബുഖാരി ഉദ്ധരിച്ചതിൽ, ഇമാം മുസ്ലിം ഉദ്ധരിച്ചതിൽ, ഇമാം നസായി ഉദ്ധരിച്ചതിൽ, ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചതിൽ, ആ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ആരെങ്കിലും ഉദ്ധരിച്ച സ്വഹീഹായ ഒരു ഹദീസിൽ എവിടെയെങ്കിലും നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ബാങ്ക് കൊടുത്തു, ബാങ്കിന്റെ കൂടെ നമ്മൾ ബാങ്കിന്റെ പദങ്ങൾ പറഞ്ഞു, ബാങ്കിന് ശേഷം നമ്മൾ നബിയുടെ മേലൊരു സ്വലാത്ത് ചൊല്ലി, ഹദീസിൽ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വലാത്ത് ചൊല്ലി, എന്നിട്ട് ബാങ്കിന് ശേഷം നമ്മൾ ഒരു പ്രാർത്ഥന നിർവഹിച്ചു. അത് റബ്ബിനോടല്ലേ? അൽ വസീല എന്ന് പറയുന്ന ആ വലിയ പദവി നാളെ സ്വർഗീയ ലോകത്ത് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കണേ എന്ന് ബാങ്കിന് ശേഷം ഈ ഇരിക്കുന്ന നമ്മളൊക്കെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. അതാരോടാ? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട്. ഇനി നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പിരിയാം, നമ്മൾ ഒളു എടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ആരോടാ? അള്ളാഹുവിനോടാണ്. പള്ളിയിലേക്ക് നമ്മൾ കയറുമ്പോൾ നബിയുടെ മേലൊരു സ്വലാത്ത് ചൊല്ലിയിട്ടാണ് കയറേണ്ടത്. ഹദീസിൽ വന്നതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വലാത്ത് ചൊല്ലി ഞാനും നിങ്ങൾ പള്ളിയിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താ? അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, അല്ലാഹുവേ കാരുണ്യത്തിന്റെ കവാടങ്ങൾ നീ പടച്ചവനെ തുറന്നുകൊണ്ട് അല്ലാ. ഈ പ്രോഗ്രാമിനിടയിൽ ഞങ്ങൾ ഇത് ഇശാഇന്റെ ജമാഅത്തിന് വേണ്ടി നിർത്തുകയാണ്. റബ്ബേ, നിന്റെ ഭവനത്തിൽ നിന്റെ വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാ കയറുകയാണ്. പടച്ചവനെ കാരുണ്യത്തിന്റെ കവാടം ഞങ്ങൾക്ക് മേൽ നീ തുറന്നുകൊണ്ട നാഥ എന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കയറും. പള്ളിയിൽ കയറി തഹയ്യത്തിന് സമയമുണ്ടെങ്കിൽ ആ തഹയ്യത്ത് നിസ്കരിക്കും. നിസ്കാരത്തിലെ മുഴുവൻ ആയത്തുകളും പ്രാർത്ഥനകളും ദിക്റുകളും ഒക്കെ അല്ലാഹുവിനോടാണ്. ആർക്കും തർക്കമില്ലല്ലോ. അത് കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ, ജമാഅത്ത് കഴിഞ്ഞ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 വട്ടം പറയും. അല്ലാഹുവിനോടാണ്. അല്ലാഹുമ്മ അൻതസ് സലാം വമിൻകസ് സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിനോടാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. അല്ലാഹുവിനോടാണ്. അല്ലാഹുവേ, നീ തരുന്ന ഒന്നിനെ തടയാനോ നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ ആരുമില്ല റബ്ബേ. എത്ര അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. ഓരോ മുസ്ലിമും ഒന്ന് ആലോചിക്ക്, നമ്മൾ എങ്ങനെ അള്ളാഹുവിനെ വിട്ട് വേറൊരു വഴിയിലേക്ക് പോകും? 5 നേരം നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇശാ നമസ്കാരം കഴിഞ്ഞ് നമ്മളൊക്കെ പറയാൻ പോകുന്ന വാക്കാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. റബ്ബേ, നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ നീ തരുന്ന ഒന്നിനെ തടയാനോ നീ എന്റെ മകൾക്ക്, നീ എന്റെ മകനാ സുഖം തരാൻ തീരുമാനിച്ചാൽ അതിനെ തട്ടിമാറ്റാൻ ആർക്കും കഴിയില്ല. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയെ നീ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും അത് തടുത്തു നിർത്താൻ കഴിയില്ല. പടച്ചവനെ, ഞാൻ തുടങ്ങിയ കച്ചവടവും ബിസിനസ്സും കോടികൾ ലാഭമുള്ളതാക്കി മാറ്റാൻ നീ എനിക്ക് പരീക്ഷണം തരാൻ തീരുമാനിച്ചാൽ ആരെന്തു വിചാരിച്ചിട്ടും അത് തടഞ്ഞു നിർത്താൻ കഴിയില്ല. എന്റെ കച്ചവടങ്ങളോ ക്രയവിക്രയങ്ങളോ പരീക്ഷണമെന്ന നിലക്ക് എനിക്ക് നഷ്ടമാക്കാൻ നീ തീരുമാനിച്ചാൽ പടച്ചവനെ ആർക്കും അത് തരാൻ കഴിയില്ല. റബ്ബേ, ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും നീ തരാതെ ഒന്നും നേടാൻ കഴിയില്ല. നീ തരുന്ന ഒന്നും തടയാൻ കഴിയില്ല. 5 നേരം പറയുന്ന മുസൽമാനെ, എങ്ങനെ നമുക്ക് അള്ളാഹുവിനെ വിട്ട് മറ്റൊരു ശക്തിയിലേക്ക് പോകാൻ കഴിയും? ഇവിടെയെല്ലാം ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുന്നിലേക്ക് മാത്രമാണ് ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ അല്ലേ പ്രാർത്ഥനകളും ദിക്റുകളും ചെന്ന് ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുമ്പിലേക്കാണ് ഞാനും നിങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരാനന്തരം നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാമെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നത് അവിടെ പൂർണ്ണമല്ല. ഇതൊക്കെ ഒരു സൂചനാപരമായ സംസാരം മാത്രമാണ്. അതുകൊണ്ട് ഇതിലൂടെയാണ് എനിക്കും നിങ്ങൾക്കും സമാധാനം കിട്ടുക. എന്റെ റബ്ബ് എല്ലാം കാണുന്നവനാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എല്ലാം പതിസ്ഥാനത്തിരുന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. എന്റെ ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോ ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്ന് നിശ്ചയിച്ചതവനാണ്. എന്ന് ജനിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ അവന്റെ തീരുമാനം പ്രകാരം ജനിച്ചു വീണതാണ്. ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് അവനാ തീരുമാനിക്കുന്നത്. നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന്, ഇടക്കരയുടെ മണ്ണിൽ നിന്നാണ് ഞാൻ വരുന്നത്. മുണ്ടക്കൈയിലും വയനാടിന്റെ മണ്ണിൽ നിന്നും 100 കണക്കിന് മനുഷ്യരെ ഒരു ചെറിയ മണ്ണിടിച്ചിലൂടെ ലോകത്തെന്ന് വിട പറഞ്ഞു പോയപ്പോ നമ്മളൊക്കെ ആശ്ചര്യഭരിതരായി നിന്നവരാണ് അല്ലേ സുഹൃത്തുക്കളെ? കയ്യും കാലുമൊക്കെ ഒലിച്ചു വന്ന് ഞങ്ങളുടെ നിലമ്പൂരിന്റെ ഇടക്കരയുടെ പരിസരത്ത് ആ പുഴയിൽ നിന്നിങ്ങനെ 100 കണക്കിന് മനുഷ്യരുടെ മൃതദേഹങ്ങൾ പാതിയും മുഴുവനുമൊക്കെയായി ഞങ്ങൾ അവിടുത്തെ നാട്ടുകാരിങ്ങനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ആ രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല പ്രിയപ്പെട്ടവരെ. നാളെ എപ്പോ എവിടെ വെച്ച് എങ്ങനെ നമ്മൾ മരിക്കുമെന്ന് പറയാൻ ആർക്കും കഴിയില്ല സുഹൃത്തുക്കളെ. അഹങ്കരിക്കരുത് നമ്മളാരും. ഈ പറയുന്നതൊക്കെ കാര്യമാണ് എന്ന നിലക്ക് കർണപുടത്തിലൂടെ കേട്ട് ഹൃദയത്തിനുള്ളിലേക്ക് ഇറക്കി ഈ ബ്രെയിൻ റബ്ബ് തന്ന അപാരമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് റബ്ബിലേക്ക് മടങ്ങാൻ. ഇതൊരിക്കലും എന്റെ കയ്യിലുള്ള സ്വത്തും എന്റെ കയ്യിലുള്ള വീടും സൗകര്യങ്ങളും ആസ്തിയും ഒന്നും ഒരിക്കലും നിലനിൽക്കുന്നതല്ല എന്ന ചിന്തയോട് കൂടിയാണ് ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ ആലോചന നടത്തേണ്ടത് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ ഇതാ ഈ ലോകത്തിന്റെ സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് വഴിയാണ് എനിക്കും നിങ്ങൾക്കും നിർഭയത്വം കിട്ടുക, സമാധാനം കിട്ടുക. എനിക്കിതാ ഈ പരീക്ഷണം തന്നത് അവനാണ്. അവനതൊരു പോംവഴി കണ്ടെത്തി തരും. അതിനുള്ള എന്തു മാർഗമാണോ എന്നോട് സ്വീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ വഴി തേടുക എന്നതാണ്
ഒരു മുസ്ലിമിന്റെ ബാധ്യത. അല്ലാഹു തആല ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, ആലോചന നിമഗ്നരായി മാറാൻ കഴിയുന്ന, പടച്ചവനോട് ഏറ്റവും കടപ്പാട് നിർവഹിക്കുന്ന, വിനയത്തോടുകൂടി ഭൂമിയിൽ ജീവിക്കുന്ന, അഹന്തയെയും അഹങ്കാരത്തെയും ജീവിതത്തിൽ നിന്ന് തട്ടിമാറ്റുന്ന, അവന്റെ കലാമുകളെ സ്വീകരിക്കാൻ റെഡിയാകുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനിൽ സർവശക്തനായ അള്ളാഹുവിനോടല്ലാത്ത ഒരു ദുആ ഖുർആനിൽ നമുക്കാർക്കും കാണാൻ കഴിയില്ല എന്ന ആ യാഥാർത്ഥ്യ ബോധത്തെക്കുറിച്ചാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള പ്രവാചകന്മാരുടെ ദുആ നമ്മുടെ ഉമ്മയും നമ്മുടെ ആദ്യ പിതാവുമായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബിബിയും ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്തു പോയി അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങളോട് നീ കരുണ കാണിക്കണേ റബ്ബേ. നീ എങ്ങാനും ഞങ്ങളോട് കരുണ കാണിക്കുകയോ വിട്ടുപുറത്ത് മാപ്പാക്കി തരികയോ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ നഷ്ടകാരിൽ പെട്ടുപോകുമല്ല എന്ന് ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് ഖുർആനിലുണ്ട്. നിൽക്കട്ടെ, അന്ന് പിന്നെ ലോകത്ത് വേറെ മനുഷ്യരോ വേറെ ആണോ പെണ്ണോ ലോകത്തില്ല. തുടർന്ന് വന്ന എല്ലാ പ്രവാചകന്മാരും ഈ അർത്ഥത്തിൽ തന്നെയാണ്. വനാദാ നൂഹുൻ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു. വനാദാ നൂഹൻ റബ്ബ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബിനെ വിളിച്ചു. വഖാല, എന്നിട്ട് റബ്ബിനോട് പറയുകയാണ്, റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ബിനി മിൻ അഹ്ലി, അല്ലാഹുവേ, എന്റെ മോൻ, എന്റെ കുടുംബത്തിൽപ്പെട്ട എന്റെ മോൻ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകന്റെ ആ ചരിത്ര സംഭവത്തിലേക്ക് ഞാൻ പോവേണ്ടതില്ല, നിങ്ങളുടെ മനസ്സിൽ അത് വരും. കപ്പലിൽ കയറാൻ പറയുന്ന സന്ദർഭത്തിൽ ഞാനൊരു മലയുടെ മുകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാമെന്ന നിലക്ക് മകൻ പറയുമ്പോ മകൻ അപകടത്തിലാവാൻ പോവുകയാണ് എന്ന് കണ്ട പ്രവാചകനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബിനോട് പറയുകയാണ്, റബ്ബേ, എന്റെ മോൻ. സുഹൃത്തുക്കളെ, ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ. അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന യാഥാർത്ഥ്യം ഇതാണ് എന്ന് പറയാനാണ് ഞാൻ ചില സൂചനകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല ധിക്കാരിയും അഹങ്കാരിയുമായ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് ദഅവത്തുമായി ചെല്ലാൻ പറയുകയാണ്. ഏതൊരാളെയും ഞാനും നിങ്ങൾ മുദ്ര കുത്താൻ പാടില്ല എന്നൊരു പാഠം കൂടി അവിടെ നമുക്ക് നൽകുന്നുണ്ട് അല്ലാഹു തആല. ഫിർഔൻ നന്നാവുകയില്ല എന്ന് അല്ലാഹുവിനറിയും. ഫിർഔൻ ഒരിക്കലും ഈ ദഅവത്ത് കൊണ്ട് ഭയപ്പെടുകയില്ല എന്നും അല്ലാഹുവിനറിയും. എന്നിട്ടും എന്തിനാണ് അല്ലാഹു തആല ആ ഫിർഔനിന്റെ മുന്നിലേക്ക് രണ്ട് പ്രവാചകന്മാരോട് പോവാൻ പറഞ്ഞത്? ഖുർആനിൽ അങ്ങനെ ആയത്തില്ലേ, ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗ, നിങ്ങൾ രണ്ടുപേരും അതിക്രമം ചെയ്ത ഫിർഔന്റെ അടുക്കിലേക്ക് പോകണം. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗ ഖാല ലാ തഖാഫാ ഇന്നനി മഅകുമാ അസ്മഉ വ അറ. ഇവിടെ
ഈ പ്രദേശത്തിന്റെ ഈ മഹലിന്റെ ചുറ്റുഭാഗത്ത് ഞാൻ ചോദിച്ചറിഞ്ഞപ്പോ നിസാർ സാഹിബ് എന്നോട് പറഞ്ഞു 1016 വീടുകളിൽ, എണ്ണിയത് മാത്രം 1016 വീടുകളിൽ ഞങ്ങൾ കയറിയിറങ്ങി. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. 1016 വീടുകൾ ഈ പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി കയറിയിറങ്ങുമ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയോ? നേർബദത്തിന്റെ പഴയ കോപ്പികൾ എടുത്തുകൊണ്ടാണ് അവർ ഓരോ വീട്ടിലേക്കും ചെല്ലുന്നത്. നേർബദത്തെ പരിചയപ്പെടുത്തി ഇത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുറത്തിറക്കുന്ന വാരികയാണ് എന്നവരെ പരിചയപ്പെടുത്തി ഈ കയറിയ 1016 വീടുകളിലും നേർബദം അവരുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ വായിക്കണം, അന്വേഷിക്കണം, പഠിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയാണ്. ഓരോ വീട്ടിലും പീസ് റേഡിയോ പരിചയപ്പെടുത്തി അവരുടെ മൊബൈലുകളിലേക്ക് ആ പീസ് റേഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് അവരെ പരിചയപ്പെടുത്തി അതിലേക്ക് ഡൗൺലോഡ് ചെയ്ത് പീസ് റേഡിയോ അവരുടെ മൊബൈലിൽ എത്തി എന്ന് ഉറപ്പുവരുത്തുകയാണ്. എന്തിനാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ ത്യാഗം സഹിച്ചത്? അതിൽ 70 വയസ്സിന് മുകളിലുള്ള കുറെ മനുഷ്യരുണ്ട് എന്ന് കൂടി അറിഞ്ഞപ്പോ എന്റെ മനസ്സ് അവർക്ക് വേണ്ടി അത് പറയുന്ന ഘട്ടത്തിൽ തന്നെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുന്നിലേക്ക് പ്രാർത്ഥന ഉയർന്നിട്ടുണ്ട്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. 60, 70, 75 വയസ്സ് പ്രായമായ മനുഷ്യർ ഈ പരിസരത്തുള്ള 1000 ചില്ലാൻ വീടുകൾ കയറിയിറങ്ങി. കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്. കയറിയിറങ്ങിയിട്ട് അള്ളാഹുവിന്റെ ദീനിനെ പരിചയപ്പെടുത്താൻ നിങ്ങളൊന്ന് വരണേ, നിങ്ങളൊന്ന് കേൾക്കണേ. ആ മനുഷ്യരോട് ഞങ്ങൾ പറയുകയാണ്, ആരെയും നമ്മൾ ഇതാ മുദ്ര കുത്തരുത്, അവർ നന്നാവില്ല, ഇവർ ശരിയാവില്ല, അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന നിലക്ക് ഒരാളെയും നമ്മൾ സീലു വെക്കരുത്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല ഫിർഔന്റെ അടുക്കലേക്ക് എന്തിനാ പോവാൻ പറയുന്നത്? നമ്മൾ പോകുമ്പോ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ ഇവരുടെ മുന്നിൽ സംസാരം നടത്തുമ്പോ ഇവർ ഉൾക്കൊള്ളുമോ ഉൾക്കൊള്ളില്ലയോ നമുക്കറിയില്ല. പക്ഷെ അള്ളാഹുവിനറിയുമല്ലോ ഫിർഔൻ നന്നാവില്ല എന്ന്. അവന്റെ അവസാനത്തെ ഘട്ടം എങ്ങനെയായിരിക്കുമെന്നറിയുന്ന അല്ലാഹ്, ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖുലാ ലഹു ഖൗലൻ ലയ്യിന. ഞാൻ നേരത്തെ ഓതി വെച്ചല്ലോ ആയത്ത്. മാന്യമായി നിങ്ങൾ സംസാരിക്കണേ ഫിർഔനിനോട്. അല്ലാഹ് പറയാ, ചിലപ്പോ അവൻ ഭയപ്പെട്ടേക്കാം, ചിലപ്പോ അവൻ ചിന്തിച്ചേക്കാം. ആര്? ഫിർഔൻ. ഞങ്ങൾക്ക് പേടിയാണ് റബ്ബേ എന്ന് പറയുമ്പോ വല്ല അവിവേകവും ആ ഫിർഔൻ എന്ന് പറയുന്ന ധിക്കാരി അഹങ്കാരി ചെയ്തേക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ മറുപടി, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ടതില്ല. അവിടെയാണ് അള്ളാഹുവിന്റെ ദീനിലേക്ക് ദഅവത്തിന് വേണ്ടി ഇറങ്ങുന്ന യുവാക്കളെ, പ്രായമുള്ളവരെ, യുവതികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, എനിക്കും നിങ്ങൾക്കും അല്ലാഹു തരുന്നൊരു ഉറപ്പാണത്. ആ 2 പ്രവാചകന്മാരോടും അല്ലാഹു പറയുന്നു, ഭയപ്പെടണ്ട. ഇന്നനി മഅകുമാ അസ്മഉ വ അറ. എല്ലാം കാണുന്നവനായി കേൾക്കുന്നവനായി നിങ്ങൾ രണ്ടുപേരുമല്ല, ഒറ്റയ്ക്കല്ല അങ്ങോട്ടുള്ള യാത്ര. റംസസ് 2 എന്നറിയപ്പെടുന്ന ഫിറഔനിന്റെ കൊട്ടാരത്തിന്റെ അങ്കണത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കല്ല പോകുന്നത്. ഇന്നനി മഅകുമാ, നിങ്ങളുടെ കൂടെ കേൾക്കുന്നവനായി കാണുന്നവനായി നിങ്ങൾക്ക് വേണ്ട സഹായം നൽകുന്നവനായി ഞാനുണ്ട് എന്ന് അല്ലാഹു ഉറപ്പ് കൊടുക്കുകയാണ്. അത് ഏത് നാട്ടിലും ദഅവത്തിനിറങ്ങുന്നവർക്ക് മനസ്സിൽ ഓർമ്മയുണ്ടാവേണ്ട ആയത്താണ്. ഈ കൊല്ലം ജില്ലയുടെ പല ഭാഗത്തു നിന്നും ഈ സംസാരം കേൾക്കാൻ വന്നവർ ഈ സദസ്സിലുണ്ട്. നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് തൗഹീദിന്റെ ദഅവത്തുമായി ഇറങ്ങുമ്പോ പടച്ചവന്റെ സഹായമുണ്ടാകുമെന്ന, അള്ളാഹുവിന്റെ സഹായമുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്നതിന് മുമ്പ് അതേ മൂസാ നബി അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്താ പ്രിയപ്പെട്ടവരെ, ഞാനിത് എന്തിനാണ് സ്മരിച്ചത്? നാവിന്റെ കെട്ടിക്കുടുക്കുകളും വിക്കുള്ള കൊഞ്ഞപ്പടയുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നത് ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ്. അതുകൊണ്ട് ഫിർഔനിനറിയാം, നേരാവണ്ണം അറിയാം മൂസാ നബിയെ കുറിച്ച്. അതുകൊണ്ട് സംസാരിക്കാൻ പ്രയാസമുള്ള
ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആളുകൾക്ക് മുന്നിലിട്ട് പരിഹസിക്കും. വാക്കുകൾ കിട്ടാതെ തപ്പിത്തടയുമ്പോ അദ്ദേഹം പരിഹസിക്കുമെന്ന് മൂസാ നബിക്കറിയാം. എന്റെ വാക്കുകൾ വേഗത്തിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എന്റെ നാവിന്റെ കെട്ടിക്കുടുക്കുകൾ അഴിച്ച് എന്റെ ഹൃദയത്തിന് വിശാലത നൽകി പടച്ചവനെ ഞാൻ പറയുന്നത് ഗ്രാഹ്യമാകാനുള്ള, അവർക്ക് ഉൾക്കൊള്ളാനുള്ള ആ സാഹചര്യം ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് പോകുന്നത്. എന്നിട്ടോ തന്റെ സഹോദരനായ ഹാറൂനിനെ സഹായിയായി കൂടെ നിർത്തുവാനും അല്ലാഹുവിനോട് ദുആ ചെയ്തു. അവിടെ എത്തി മൂസാ നബിയോടും ഹാറൂൻ നബിയോടും ഫിർഔൻ ചോദിച്ച ചോദ്യമുണ്ട്. ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ, ആരാണ് നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ്? ഞാൻ അവിടേക്ക് ആ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ആ ആയത്ത് പറഞ്ഞു പോവുക മാത്രമാണ്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക മാത്രമല്ല, എന്നിട്ട് അതിനു വേണ്ട മാർഗനിർദ്ദേശം നൽകിയവനാണ്. പക്ഷികൾക്ക്, കുരുവികൾക്ക്, പറവകൾക്ക്, ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികൾക്ക്, പറവകൾക്ക്, കൊടാനുകൊടി ജന്തുലോകത്തിലെ വ്യത്യസ്തരായ ജീവജാലങ്ങൾക്ക്, മനുഷ്യരെ നമുക്ക് എല്ലാവർക്കും ജീവിക്കുവാനുള്ള മാർഗത്തെ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു നൽകി ഇല്ലേ? അപ്പൊ ഉടനെ നിങ്ങൾ ഈ പറയുന്ന കാര്യമാണ് സത്യമെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ പരിചയപ്പെടുത്താനാണ് വന്നതെങ്കിൽ, അവന്റെ വഹദാനിയത്തിലേക്ക് വിളിക്കാനാ വന്നതെങ്കിൽ, അവനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയാനാ നിങ്ങൾ വന്നതെങ്കിൽ, അവന്റെ മുമ്പിലെ നിങ്ങൾ ആരാധനയുടെ എല്ലാ രംഗങ്ങളും വെക്കാൻ പാടുള്ളൂ എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ, ഫിർഔൻ ചോദിച്ച ചോദ്യമാണ്. എന്താ ചോദിച്ചത്? ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞുപോയ ഞങ്ങളുടെ കാരണവന്മാരുടെ അവസ്ഥ എന്താണ്? കരുനാഗപ്പള്ളിയിലെ വ്യത്യസ്തമായ ഗ്രാമാന്തരങ്ങളിലേക്ക് നിങ്ങൾ ദഅവത്തിന്റെ സ്ക്വാഡ് വർക്കുമായി ചെല്ലുമ്പോ പാവപ്പെട്ട മനുഷ്യർ ചോദിക്കും, അല്ല, അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ, അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ ബലിയറുക്കാവൂ, നേർച്ച വഴിപാടുകളുണ്ട്, അള്ളാന്റെ പേരിൽ മാത്രമേ പറ്റുകയുള്ളൂ, അള്ളാഹുവേ കാക്കണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയാൻ പാടില്ല, ശിർക്കാണ്. മരിച്ചുപോയ മഹത്തുക്കളോട് നിങ്ങൾ സങ്കടങ്ങൾ പറയല്ലേ, ദുഃഖങ്ങൾ പറയല്ലേ, വിഷമങ്ങൾ പറയല്ലേ. എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടാണ് നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും നിങ്ങൾ പറയേണ്ടത്. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതായ ഒരു ചോദ്യം അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് നിങ്ങൾ കൊടുക്കരുത്. അഭൗതികമായ ഒരു തേട്ടവും നിങ്ങൾ അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളിലേക്ക് നിങ്ങൾ തിരിച്ചുവിടരുത്. ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം, കൈയൊന്ന് പിടിക്കാൻ ആവശ്യപ്പെടാം, ശാരീരികമായി സഹായിക്കാൻ ആവശ്യപ്പെടാം, സാമ്പത്തികമായി സഹായിക്കാൻ ആവശ്യപ്പെടാം, പരസ്പരമുള്ള സഹായങ്ങൾ, സഹകരണങ്ങൾ കൊടുക്കാം. തഅബനു അലൽ ബിർരി വത്തഖ്വ, നന്മയിലും പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾക്ക് സഹകരിക്കാം എന്നൊക്കെ പറയുമ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഉമ്മമാര് ചോദിക്കും, നമ്മുടെ ഉപ്പമാർ ചോദിക്കും, അല്ലേ, അവരൊക്കെ വലിയ മഹത്തുക്കളല്ലേ, അവരൊക്കെ വലിയ മഹാരഥന്മാരല്ലേ, അമ്പിയാക്കന്മാരല്ലേ, ഔലിയാക്കന്മാരല്ലേ, അവരോട് പോലും നമ്മുടെ വിഷമങ്ങൾ പറയരുത് എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എന്റെ വാപ്പയും വല്ലിപ്പയും ഒക്കെ ഇങ്ങനെ ചോദിച്ചും പറഞ്ഞും ജീവിച്ചു മരിച്ചുപോയവരാണ്. അവരുടെ അവസ്ഥ എന്താണ്? സാധാരണക്കാരായ ആളുകൾക്ക് പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ഉസ്താദന്മാർ പറഞ്ഞു കൊടുക്കാറുള്ളത്, പ്രിയപ്പെട്ട മക്കളെ, ഈ നാട്ടിലെ സോദരിമാരെ, സുഹൃത്തുക്കളെ, ഇതാ സലഫികൾ എന്നറിയപ്പെടുന്നവർ, ഇവർ പറയുന്നത്, ഇവർ വാദിക്കുന്നത് കഴിഞ്ഞുപോയ നമ്മുടെ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, അവരെ മാറ്റി നിർത്താനാണ്. നമ്മുടെ കാരണവന്മാർ ഖബറിന്റെ മുന്നിൽ ചെന്ന് സങ്കടം പറഞ്ഞവരാണ്, വിഷമം പറഞ്ഞവരാണ്. അവരാരും അല്ലാഹുവാണ് എന്ന വിശ്വാസത്തിൽ ചെയ്തതല്ല. അവര് മഹത്തുക്കളാണ്. അവർ അല്ലാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കും. ഈ വാദല്ലേ നമ്മുടെ നാട്ടിലും പറയാറുള്ളത്. ഫിർഔൻ എന്ന് പറയുന്ന ധിക്കാരി ഈ രണ്ട് പ്രവാചകന്മാരോട് ചോദിച്ചു, ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കാരണവന്മാരുടെ കഴിഞ്ഞുപോയ നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ചു പോയവരുടെ അവസ്ഥ എന്താണ്? അതേ മൂസാ നബി ഉത്തരം കൊടുത്തു. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് സമയം കളയേണ്ടതില്ല. വേണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ആ കാരണവന്മാരെ കുറിച്ച്, വല്ലിപ്പയെ കുറിച്ച്, ഉപ്പാന്റെ വാപ്പയെ കുറിച്ച്, അതിന്റെ ഉപ്പയെ കുറിച്ച്, അങ്ങനെ പിറകിലേക്ക് പോകുന്ന കഴിഞ്ഞുപോയ തലമുറകളെ കുറിച്ച് സമയം കളയേണ്ടതില്ല. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി. അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. റബ്ബിന് പിഴക്കുകയില്ല.
ആ റബ്ബ് മറക്കുകയില്ല, ആ റബ്ബിന് ഒരിക്കലും പിടക്കുകയില്ല. ഒരു മൈന്യൂട്ട് പോയിന്റ് പോലും അള്ളാഹുവിന് പിടക്കുകയില്ല. പിന്നെ കഴിഞ്ഞു പോയവരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് എന്തിന് സമയം കളയണം? ഖാല ഇൽമുഹാ ഇൻദ റബ്ബി, എന്റെ റബ്ബിന്റെ അടുക്കൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരമുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന് ഉത്തരം കൊടുക്കുകയാണ്. ഞാനിത് പറഞ്ഞത് മൂസാ നബിയുടെ പ്രാർത്ഥന, നേരത്തെ പ്രാർത്ഥിച്ച ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, അതിനുശേഷം പറഞ്ഞ നൂഹ് നബിയുടെ പ്രാർത്ഥന, കൂട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനകൾ പറയുമ്പോഴാണ് ഞാൻ ഈ കാര്യം ചരിത്രത്തിന്റെ ചില വശങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൂട്ടത്തിൽ ഒന്നുകൂടി ചേർത്ത് പറയട്ടെ, ഈ ദഅവാ സ്ക്വാഡ് വർക്കിൽ ഇറങ്ങിയവരെ നമുക്ക് സമാധാനിക്കാം. ആര് സ്വീകരിച്ചു എന്നതല്ല, ആരുൾക്കൊള്ളും എന്നതല്ല, അതൊന്നും നമ്മുടെ കഴിവിൽപ്പെട്ടതോ നമ്മുടെ പരിധിയിൽപ്പെട്ടതോ അല്ല. ഹിദായത്ത് കൊടുക്കേണ്ടത് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവാണ്. നമ്മുടെ ഡ്യൂട്ടി എത്തിക്കുക എന്ന് മാത്രമാണ്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. പ്രവാചകനോട് പോലും അല്ല പറഞ്ഞത്, ഉത്ബോധനം നടത്തുന്ന ഒരാൾ മാത്രമാണ് നബിയെ താങ്കൾ ഉത്ബോധനം നടത്തുകയാണ് വേണ്ടത്. നിർബന്ധിക്കാൻ താങ്കൾക്ക് അവകാശമില്ല. കേട്ടിട്ട് പിരിഞ്ഞു പോകുന്നവർ, ഉൾക്കൊള്ളാത്തവർ, അവർ പോകട്ടെ. അവരുടെ മടക്കം നമ്മിലേക്കാണ്. അവർ മടങ്ങി വരേണ്ടത് നമ്മുടെ അടുക്കലേക്കാണ്. അവരെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതും വിചാരണക്കിരുത്തേണ്ടതും ഞാനാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വാസികളെ, നമ്മൾ നമ്മുടെ ബാധ്യത നിർവഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ദഅവത്തിന് വേണ്ടി, സ്ക്വാഡ് വർക്കിന് വേണ്ടി, ഡോർ ടു ഡോറിന് വേണ്ടി ഇറങ്ങിയ പ്രായമുള്ളവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. യുവാക്കൾക്ക്, കുട്ടികൾക്ക്, സ്റ്റുഡൻസിൽപ്പെട്ടവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ നടത്തം ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ നടന്നത്, അല്ലാഹുവേ നീ വൃഥാവിലാക്കി കളയരുത് നാഥാ, കബൂലാക്കണേ അല്ലാ. സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, റബ്ബി, എന്റെ റബ്ബേ, ഇന്നി മസ്സനിയല്ലുർ വഅൻത അർഹമുർ റഹീമീൻ. അതെ, ആ പ്രവാചകന്റെ പ്രാർത്ഥനയും അങ്ങനെയാണ് കാണുന്നത്. അയ്യൂബ് നബി അല്ലാഹുവിനോട് പറയാ, റബ്ബേ, എന്റെ റബ്ബേ. ഞാനിത് പറയുന്നത് ഈ പരിസരത്ത് ശബ്ദം കേൾക്കുന്ന മുസ്ലിം ഉമ്മത്തിനോടാണ്. അയ്യൂബ് നബിയുടെ പ്രാർത്ഥനയും തുടങ്ങുന്നത്, അല്ലാഹുവേ, എന്നെ ആപത്ത് ബാധിച്ചിരിക്കുന്നു, എന്റെ റബ്ബേ, എന്റെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുമ്പോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക്, അല്ലാഹുവേ, റബ്ബല്ലാതെ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ് എന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതെ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ഇങ്ങനെ എത്ര പ്രാർത്ഥന. റബ്ബി ഗ്ഫിർലി, എനിക്ക് നീ പുറത്തുകൊണ്ട റബ്ബേ, വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തുകൊണ്ട അല്ലാ. അതേ, മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, മുഅ്മിനാത്തുകൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഖുർആനിൽ ഇങ്ങനെ എത്ര ആയത്തുകളാണ് പ്രിയപ്പെട്ടവരെ. എത്ര സമയം അതിനു വേണ്ടി വരും? നൂറുകണക്കിന് ദുആ പരിശുദ്ധ ഖുർആനിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടാണ്. അതുകൊണ്ട് ഈ സംസാരത്തിന്റെ ഒന്നാമത്തെ ഭാഗത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത് സർവ്വ മുസ്ലിങ്ങളോടും, ഇവിടെ ഇരിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരോട്, അതേ, ഇതിനപ്പുറമുള്ള ആളുകളോട്, നമുക്ക് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒന്നാമത്തെ ഭാഗം, അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു നിലക്കും റബ്ബിനോടല്ലാത്ത ഒരു പ്രാർത്ഥനയുടെ ഒരു ചെറിയ വാക്കുപോലും കാണാൻ കഴിയില്ല എന്ന് നമ്മൾ നമ്മുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളെ പഠിപ്പിക്കണം. രണ്ടാമത്തെ ഭാഗം ഞാൻ നിസ്കാരത്തിന് മുമ്പ് തുടങ്ങി വെച്ചു. ജീവിതത്തിലെ നിത്യജീവിതത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ, പ്രാർത്ഥനകൾ, കിടക്കാൻ നേരത്ത് ഞാനും നിങ്ങളുമൊക്കെ രണ്ട് കൈകളും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട്, അതേ, ജമഅ കഫൈഹി, രണ്ട് കൈകളും ചേർത്ത് വെച്ച്, സുമ്മ നഫസ ഫീഹിമാ, രണ്ട് കൈകളിലേക്കും ഊതി, ഫഖറഅ, എന്നിട്ട് ഓതുകയാണ് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ്. എന്നിട്ടോ ശരീരത്തിൽ കൈയെത്തുന്ന സ്ഥലത്തൊക്കെ തടവി വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഇങ്ങനെ 3 തവണ ചെയ്ത് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് റബ്ബിനോട് പറയുന്ന പ്രാർത്ഥനകൾ പലതുമുണ്ട്. അതിൽ അല്ലാഹുവേ ബിസ്മിക, നിന്റെ നാമത്തിലാണ്, അമൂതു, എന്റെ മരണം, വഅഹിയാ, ഇനി ഉറക്കമാകുന്ന ഈ മരണത്തിൽ നിന്ന് രണ്ടാമത് നീ എനിക്കൊരു ജീവിതം നൽകുകയാണെങ്കിൽ,
ആ ജീവിതവും നിന്റെ നാമത്തിലാണ്. മുസ്ലിങ്ങളെ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ മുഅ്മിനീങ്ങളെ. എന്താ ഈ പറയുന്നത്? ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് എനിക്ക് ഇനി രണ്ടാമതൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ റബ്ബേ നിന്റെ നാമത്തിലായിരിക്കും എന്റെ ജീവിതം. ഉറക്കത്തിലെങ്ങാനും ഞാൻ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ റബ്ബേ നിന്റെ നാമത്തിലാണ് എന്റെ മരണം. 2 മണിക്കോ 3 മണിക്കോ എഴുന്നേറ്റു ഉറക്കത്തിൽ നിന്ന് എപ്പോ ഉണർന്നാലും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, അല്ലാഹുവിനോടാണ് ഉറക്കമാകുന്ന ഈ മരണത്തിൽ നിന്ന് ജീവിതം തന്ന റബ്ബിനെ സ്തുതിക്കുകയാണ്. ടോയ്ലറ്റിലേക്ക് കിടക്കുകയാണ്, അവിടെയും അല്ലാഹുവിനോട് പറയുന്നു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്, അല്ലാഹുവേ ഈ ടോയ്ലറ്റ് സംവിധാനത്തിലേക്ക് കാലെടുത്ത് ഇടത്തെ കാല് വെച്ചുകൊണ്ട് റബ്ബിനോട് പറയുകയാണ്, ആൺ പിശാചിൽ നിന്നും പെൺ പിശാചിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് ഇതാ അഭയം ചോദിക്കുകയാണ്. അത് തന്റെ വേസ്റ്റുകൾ കളയാനുള്ള സ്ഥലമാണ്, അത് കളഞ്ഞു വൃത്തിയാക്കി തിരിച്ചു പോരണം. വലത്തേക്കാൽ മുന്നിലേക്ക് വെച്ച് ഏറ്റവും ചുരുങ്ങിയത് ഗുഫ്രാനക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ വന്ന് വിളിച്ച് നിങ്ങളെ ഈ സദസ്സിലേക്കെത്തി പരിസരത്ത് വന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, ടോയ്ലറ്റിലേക്ക് കിടക്കുമ്പോൾ വരെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ആ ടോയ്ലറ്റിന്റെ നിയമം പാലിച്ച് ഇടത്തേക്കാലിനെ മുന്തിച്ചുകൊണ്ട് അതിലേക്ക് കയറാൻ പഠിപ്പിച്ച ഒരു മതത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ അനുയായികളാണ് നമ്മള്. അവിടെ പോലും പ്രാർത്ഥനയുണ്ട് നമുക്ക്. അതും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട്. തിരിച്ചു വരുമ്പോ നമ്മൾ ഗുഫ്രാനക് എന്ന് പറയുന്നു, അതും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട്. ഇനി നാം വീട് വിട്ടിറങ്ങുകയാണ്, അവിടെയും നമ്മൾ പറയുന്നു ബിസ്മില്ലാ, റബ്ബേ നിന്റെ നാമത്തിലാണ്, അല്ലാഹുവേ നിന്റെ നാമത്തിലാണ്, തവക്കൽതു അലല്ലാഹ്, നിന്നിൽ ഞാൻ ഇതാ ബരമേൽപ്പിക്കുകയാണ് റബ്ബേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനോടല്ലേ. ഇങ്ങനൊരു വാഹനത്തിൽ കയറുക, സ്കൂട്ടർ ആവട്ടെ, ബൈക്കാവട്ടെ, കാറാവട്ടെ, ഏത് ബസ്സാകട്ടെ, ഏത് വാഹനങ്ങളാകട്ടെ, ട്രെയിൻ ആവട്ടെ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇനിയും ധാരാളം പ്രാർത്ഥനകളില്ലേ, എല്ലാം അല്ലാഹുവിനോടാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ, കഴിച്ചു കഴിഞ്ഞാൽ, പള്ളിയിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ, എവിടെയാണ് ഒരു പുതിയ വസ്ത്രം കിട്ടുമ്പോ, പ്രിയപ്പെട്ടവരെ എല്ലാം അല്ലാഹുവിനോട്. 100 കണക്കിന് ദിക്റുകളും പ്രാർത്ഥനകളും ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല വഹീ പ്രകാരം നമ്മുടെ നേതാവായ തങ്ങളായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്ത് അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട്, മുസ്ലിങ്ങളെ ചിന്തിക്കുക, ഒരു ദിക്റ് പോലും അല്ലാഹുവിനോടല്ലാതെ ഇല്ല, ഒരു പ്രാർത്ഥന പോലും അല്ലാഹുവിനോടല്ലാതെ ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ ദീനിലേക്ക് പുതുതായി റബ്ബല്ലാത്ത ആളുകളോട്, അത് മഹത്തുക്കളോട് ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോ, ബദരീങ്ങൾ എന്ന് പറയുന്നവർ ഒരിക്കലും മോശക്കാരല്ല. ബദരീങ്ങളുടെ നേതാവാര നമ്മുടെ നേതാവായ തങ്ങളായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ബദർ യുദ്ധം ഉണ്ടായത് എന്തിനാ പ്രിയപ്പെട്ടവരെ? തൗഹീദും ശിർക്കും തമ്മിലുള്ള പോരാട്ടമായിരുന്നു, അല്ലേ? ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടമല്ലേ? ഈമാനും കുഫറും തമ്മിലുള്ള പോരാട്ടമല്ലേ? ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള പോരാട്ടമല്ലേ? ആ പോരാട്ടത്തിന്റെ രണാങ്കണത്തിലേക്ക് മൂർച്ചയേറിയ വാളുകളും ആയുധങ്ങളുമായി പുറപ്പെട്ടതല്ല, ഒരു കച്ചവട സംഘത്തെ തടയാൻ പോയതാണ്. അവസാന ഘട്ടത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നു. പൊട്ടിയ വാളുമായി, ഒട്ടിയ വയറുമായി, തള്ളിയ കണ്ണുകളുമായി സ്വഹാബത്ത് മുന്നിൽ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അവരോട്, എന്താ തീരുമാനമെന്ന്? ഓ നബിയേ, താങ്കൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് ബദറിന്റെ രണാങ്കണത്തിൽ നല്ല മൂർച്ചയേറിയ വാളുകൾ പോലും ഇല്ലാതെ, ആയുധങ്ങളൊന്നും നമ്മുടെ കൈകളിൽ ഇല്ലാതെ, കുതിരപ്പടയാളികളോ ഒട്ടക കൂട്ടങ്ങളോ ഇല്ലാതെ അപ്പുറം നിൽക്കുന്ന 1000-ഓളം വരുന്ന ടീമിനോട്, എല്ലാ പടക്കോപ്പുകളുമായി വന്നു നിൽക്കുന്നവരോട്, യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു വന്നവരോട്, കുതിരപ്പടയാളികളും ഒട്ടക കൂട്ടങ്ങളും ഉള്ളവരോട്, മൂർച്ചയേറിയ കുന്തങ്ങളും വാളുകളും കയ്യിലുള്ളവരോട് പോരാ, യുദ്ധം കഴിഞ്ഞു പോകുമ്പോ വിജയാഘോഷത്തിന് അവർ മദ്യം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്, വിളമ്പാൻ ആളുകളെ ഏർപ്പാടാക്കി ഇരിക്കുകയാണ്, ഡാൻസ് ചെയ്യാൻ, നൃത്തം ചെയ്യാൻ നർത്തകിമാരെ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ടീമിനോടാണ് മുന്നോട്ട് ചില്ലാൻ വരുന്ന ബദരീങ്ങൾ എന്ന് പറയുന്നവർ യുദ്ധത്തിനിറങ്ങുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുട്ടുകാൽ നിലത്ത് കുത്തി, ബദറിന്റെ രണാങ്കണത്തിൽ മുട്ടുകാൽ നിലത്ത് കുത്തി, ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തി, പ്രവാചകന്റെ വെളുത്ത ശരീരത്തിലെ കക്ഷത്തിന്റെ വെള്ള പോലും കാണുമാർ വിറക്കുന്ന കൈകളുമായി, കണ്ണിൽ നിന്ന് കുടുകുടാ ഒലിച്ചിറക്കുന്ന കണ്ണുനീർ
താടിരോമങ്ങളിലൂടെ മുത്തുനബി മുട്ടുകുത്തി നിന്ന സ്ഥലത്തെ മണൽത്തരികൾ നനഞ്ഞു പോകുമാർ കരഞ്ഞു കരഞ്ഞ് അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ ഇൻ തുഹ്ലിക് ആദിഹിൽ ഇസാബ, റബ്ബേ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ച് കളഞ്ഞാൽ ലൻ തുഅബദ ഫിൽ അർളി അബദാ, നീ പിന്നെ ഭൂമിയിൽ ആരാധിക്കപ്പെടുകയില്ല, നിന്നെ ആരാധിക്കാൻ ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ടീം ഭൂമിയിൽ ഉണ്ടാവില്ല റബ്ബേ. അതുകൊണ്ട് അല്ലാഹുമ്മ അല്ലാഹുവേ ഇൻ തുഹ്ലിക് ആദിഹിൽ ഇസാബ, ഈ കൊച്ചു സംഘമെങ്ങാനും പടച്ചവനെ ആ ശത്രുക്കളുടെ കരങ്ങളാൽ നീ നശിപ്പിച്ചു കളഞ്ഞാൽ റബ്ബേ അത് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. കരഞ്ഞ കണ്ണുമായി കണ്ണുനീരുകൾ ഇങ്ങനെ ഒറ്റി ഒറ്റി വീണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വിറക്കുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയെ ഇങ്ങനെ വാരി പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നബിയേ നിങ്ങൾ കരയല്ല നബിയേ, നിങ്ങൾ ഇങ്ങനെ കരഞ്ഞാൽ ഞങ്ങൾ എന്താകും നബിയേ എന്ന് ചോദിച്ച്, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം തന്നതല്ലേ നബിയേ എന്ന് പറഞ്ഞ്, പടച്ചവൻ നിങ്ങൾക്ക് വാക്ക് തന്നതല്ലേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകനോട് ഓർമ്മപ്പെടുത്തുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലേ, ഈ ഘട്ടത്തിൽ യുദ്ധക്കളത്തിലേക്ക് ശത്രുക്കൾ ഇറങ്ങി പുറപ്പെടുമ്പോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ ലോകത്തിലെ ഗ്രീനിച്ച് രേഖയിൽ സ്ഥിതി ചെയ്യുന്ന കഅബാലയത്തിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ ലോകരക്ഷിതാവായ റബ്ബിനോട് പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവേ ദാ രണ്ടു സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്, രണ്ടു ടീമുകളിൽ സൈന്യങ്ങളിൽ ഒന്നിനെ നീ സഹായിക്കണേ എന്ന് അബൂജഹൽ അള്ളാനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനമാകുന്ന കഅബയുടെ കില്ല പിടിച്ചിട്ടാ പറയണത്, പടച്ചോനെ സഹായിക്കണേ എന്ന്. പിന്നെന്തിനാ ബദർ? ഒരു ടീം അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്, അബൂജഹലും ടീമും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് ലോകത്തിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് ഉണ്ടോ? അഭിപ്രായമുണ്ടോ? പ്രാർത്ഥിച്ചിട്ടില്ല എന്ന അഭിപ്രായം ലോകത്തെ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർക്കുണ്ടോ? അബൂജഹലും അബൂലഹബും അടക്കമുള്ളവർ അള്ളാഹുവിനോട് ദുആ ചെയ്തവരാണ്. പക്ഷേ എല്ലാ സമയത്തും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവരല്ല. അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽപ്പെട്ട മഹത്തുക്കളോടും അവർ എല്ലാ നിലക്കുമുള്ള ദുആവും നേർച്ചയും വഴിപാടുകളും എല്ലാം അർപ്പിക്കുന്നു. അല്ലേ, കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് തവാഫിന് വേണ്ടി അവർ വരുമ്പോ അവർ ചൊല്ലിയ തൽബിയത്ത് സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ഉണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു അല്ലാ. അതാ അതിന്റെ അർത്ഥം, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഹജ്ജിന് പോവേണ്ട സമയമല്ലേ പ്രിയപ്പെട്ടവരെ? അല്ലേ, ഞാൻ ദ്വീപിന്റെ കഥ പറഞ്ഞില്ലേ? മിനിഞ്ഞാന്ന് കിൽത്താൻ ദ്വീപിൽ നിന്ന് മടങ്ങുമ്പോ ഞങ്ങൾ പ്രസംഗിക്കുന്ന പഞ്ചായത്ത് സ്റ്റേജിന്റെ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ അവിടുത്തെ ഹാജിമാർക്കുള്ള ക്ലാസ് നടക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഹജ്ജിന്റെ ക്ലാസ് ആണ്. അത് കഴിഞ്ഞ് പോയിട്ട് കിൽത്താൻ ദ്വീപിലുള്ള ഒരു ജാറത്തിന്റെ മുന്നിൽ ചെന്നു നിന്ന്, അന്ന് നിന്നു എന്നല്ല ഞാൻ പറയുന്നത്, അവിടുത്തെ ആളുകൾ പറഞ്ഞതാ, ആ ജാറത്തിന്റെ മുന്നിൽ ചെന്നു നിന്ന് ഹജ്ജിന് പോകുന്ന കഥ ജാറത്തിലാളോട് പറഞ്ഞിട്ട് അവിടെ വരമേൽപ്പിച്ചുകൊണ്ടാണ് അവരുടെ യാത്ര. പിന്നെന്തിനാണ് ഈ ഹജ്ജ്? ഹജ്ജ് ചെയ്തു കഴിഞ്ഞ് അന്നു ജനിച്ചു വീണ കുഞ്ഞിനെ പോലെ നിഷ്കാപട്യനായ നിഷ്കളങ്കനായ ഒരു കുഞ്ഞായി, അതുപോലെയുള്ള ഒരു മനുഷ്യനായി തിരിച്ചു വരാൻ പറ്റുന്ന ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അവർ ദ്വീപിൽ കാലുകുത്തിയാൽ ആ ജാറത്തിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അതേ നന്ദിയുടെ ചില അടയാളങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ വീട്ടിലേക്ക് മടങ്ങുന്നതെങ്കിൽ പിന്നെന്തിനാണ് പ്രിയപ്പെട്ടവരെ ഹജ്ജ്? അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജന്മനാട്ടിൽ അല്ലാഹു തആല അനുഗ്രഹീതമായി നിർത്തിയ മണ്ണിൽ പ്രിയപ്പെട്ടവരെ കഅബാലയത്തിന്റെ മതാഫിന്റെ മണ്ണിലേക്ക് അവർ വരുമ്പോ അവർ ചൊല്ലുന്ന തൽബിയത്താണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ആര്? മുശ്രിക്കുകളായ ആളുകൾ ചൊല്ലിയത്, മുഅ്മിനീങ്ങൾ ചൊല്ലിയതല്ല. മുഅ്മിനീകൾ ചൊല്ലിയതും തുടക്കം എങ്ങനെയാണ്, പക്ഷെ മുശ്രിക്കുകളായ ആളുകൾ ചൊല്ലിയത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, നിനക്കൊരു ശരീക്കുമില്ല, ഒരു പങ്കാളിയുമില്ല റബ്ബേ. ഇത് പറഞ്ഞപ്പോ നബി പറഞ്ഞു, ഇത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവിടെ നിർത്തു നിങ്ങൾക്ക് രക്ഷപ്പെടാം, അവിടെ നിർത്തു നിങ്ങൾക്ക് രക്ഷപ്പെടാം. അവർ നിർത്തിയില്ല, അവർ ബാക്കി പറഞ്ഞു, ഇല്ലാ ശരീക്കൻ ഹുവ ലക, ഇല്ലാ ശരീക്കൻ ഹുവ ലക,
നിനക്കൊരു പങ്കാളിയുമില്ല എന്ന് അബൂജഹൽ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ഇല്ലാ ശരീക്കൻ ഹുവലക, ഒരു കൂട്ടം പങ്കാളി നിനക്കുണ്ട് റബ്ബേ, നിനക്കൊരു ശരീക്കുമില്ല, എന്നാൽ നിനക്കൊരു കൂട്ടം പങ്കാളികളുണ്ട്. ആ പങ്കാളികളുടെ പ്രത്യേകത എന്താണ്? തംലികുഹു വമാ മലക, ആ പങ്കാളിയുടെ ഉടമസ്ഥാവകാശം നിന്റെ പക്കലാണ്. നീ കൊടുത്ത കഴിവിൽ നിന്ന് ഇവർ സഹായിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നീ കൊടുത്ത കഴിവ് കൊണ്ട് ഞങ്ങളെ ഹെൽപ്പാക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്, ഇവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല. നീ കൊടുക്കുന്ന കഴിവിൽ നിന്ന്, നീ കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങളെ സഹായിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതാണ് മക്കയിലെ അല്ലാഹനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് വന്നപ്പോ അബൂജഹൽ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്, ചൊല്ലിയത്. അത് മുസ്ലിങ്ങളെ നമുക്ക് ചൊല്ലാൻ പറ്റുമോ? നമ്മൾ ചൊല്ലുന്നില്ല. നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാ ഖുർആനിലേക്ക് മടങ്ങ്. 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 3-ാമത്തെ ആയത്തിലേക്ക് വരൂ. അവിടെ പറയുന്നത് എന്താ? മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിന് സ്വസ്ഥത കിട്ടുക? എന്റെ റബ്ബ് എല്ലാം കാണുന്നവനായി, കേൾക്കുന്നവനായി, അറിയുന്നവനായി ഉണ്ടായിട്ട്, ഉറക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത, മയക്കമില്ലാത്ത, തളർച്ചയില്ലാത്തവനായി ഉണ്ടായിട്ട്, പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇല്ലാത്തവനായി ഉണ്ടായിട്ട്, ആദ്യമേ ഉണ്ട്, ഇന്നുമുണ്ട്, എന്നും ഉണ്ടാകും. അവനൊരിക്കലും ഇല്ല, നാശമില്ല. അവന് പ്രിയപ്പെട്ടവരെ ക്ഷീണമോ മയക്കമോ തളർച്ചയില്ല. അങ്ങനെയുള്ള റബ്ബുണ്ടായിട്ട് റബ്ബിനോട് മാത്രം പറയേണ്ട കാര്യം, റബ്ബിന്റെ സൃഷ്ടികളായ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയ മഹത്തുക്കളുടെ മുന്നിൽ ചെന്ന് റബ്ബിനോട് മാത്രം ചോദിക്കേണ്ടത് ചോദിക്കുമ്പോ നമ്മുടെ മനസ്സിന് എങ്ങനെയാണ് സ്വസ്ഥത കിട്ടുക? എങ്ങനെയാണ് അമ്ന് കിട്ടുക? ഈമാനിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ കിട്ടുന്ന അമ്ന്, നിർഭയത്വം എങ്ങനെയാണ് കിട്ടുക? കിട്ടുകയില്ല. അത് കിട്ടാത്തത് കൊണ്ടാ മനുഷ്യർ അസ്വസ്ഥരാകുന്നത്, അല്ലേ? ബഹുദൈവാരാധന നടത്തുന്ന ചില ആളുകൾ പറയും, എന്റെ ലിവിംഗ് റൂമിൽ വെച്ച ബിംബത്തോട് ഞാൻ പറഞ്ഞു, എന്റെ സിറ്റ് ഔട്ടിൽ വെച്ച ദൈവത്തോട് പറഞ്ഞു, എന്റെ ബെഡ്റൂമിൽ വെച്ച ദൈവത്തോട് പറയാൻ മറന്നു. എന്റെ മനസ്സാകെ പേടിയായി പോയി. കാരണം അവൻ എത്രയോ ദൈവങ്ങളെ വിശ്വസിക്കുകയാണ്. ഒരാളോട് പറയാൻ മറന്നാൽ അസ്വസ്ഥമാവുകയാണ്. ഈ കാണുന്ന അണ്ടകടാഹങ്ങളെ മുഴുവനും സംവിധാനിച്ച ഒരേ ഒരു സ്രഷ്ടാവിൽ വിശ്വസിക്കുന്നവരെ, അവനിലേക്ക് മാത്രം ഇബാദത്തിന്റെ സർവവശങ്ങളും വെക്കുമ്പോ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചെറുതും വലുതുമായ പ്രതിസന്ധികൾ അവൻ എനിക്ക് തരുന്ന പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി അവന്റെ മുമ്പിലേക്ക് അഭയം ചോദിക്കുമ്പോൾ കിട്ടുന്ന നിർഭയത്വവും സമാധാനവും പ്രിയപ്പെട്ടവരെ എങ്ങനെ കിട്ടാനാ? എങ്ങനെ കിട്ടും? ഞാൻ ചോദിച്ചത്, ഈ ഹദീസിൽ മുസ്ലിം ഉമ്മത്തിന് പാഠമില്ലേ? ഞങ്ങൾ നീ കൊടുത്ത കഴിവിൽ നിന്ന് അതാ ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് മക്കയിൽ അന്നു ജീവിച്ച മുത്തുനബിയെ എതിർത്തവർ, അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അബൂജഹൽ നബിയുടെ ശത്രുവാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് തർക്കമില്ലല്ലോ. നമുക്കൊരാളെ മുശ്രിക്കാക്കാനോ, നമുക്കൊരാളെ കാഫിറാക്കാനോ, നമ്മളൊരാൾ നരകത്തിലാണെന്ന് പറയാനോ, ഒരാൾ സ്വർഗത്തിലാണെന്ന് പറയാനോ നമുക്ക് അധികാരമില്ല. ഈ സംസാരം നടക്കുന്നതിന്റെ വെളിപ്പാടകലെ ജാറങ്ങളില്ലേ പ്രിയപ്പെട്ടവരെ? ഇല്ലേ? ഒരുപാട് ആളുകൾ മരണപ്പെട്ട് കിടക്കുന്ന, മഹത്തുക്കൾ മരണപ്പെട്ട് കിടക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ജാറങ്ങളില്ലേ ഇവിടെ? ഇല്ലേ? ഷെയ്ഖിന്റെ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയില്ലേ ഇവിടെ? എത്ര മനുഷ്യരാണ് ഇങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിന്റെ പേരിലാണ് അവർ വരുന്നത്? ഇതേ വിശ്വാസമാണ്. ഈ ഖബറിൽ കിടക്കുന്ന ആള് അള്ളാഹുവാണ് എന്ന് അവിടെ വരുന്ന മുസ്ലിം വിശ്വസിക്കണില്ല. ഈ ഖബറിൽ കിടക്കുന്ന ആളാണ് ദൈവമെന്ന് അവിടെ വരുന്ന മുസ്ലിം അല്ലാത്ത ആള് വിശ്വസിക്കുന്നില്ല. ഇല്ല, അവിടെ വരുന്ന ഒരൊറ്റ മനുഷ്യനും ഈ ഖബറിൽ കിടക്കുന്ന ആളാണ് ഈ ലോകമുണ്ടാക്കിയതെന്ന് വിശ്വസിക്കുന്നില്ല. സർട്ടാവാണെന്ന് വിശ്വസിക്കുന്നില്ല. പിന്നെ മഹാനാണ്. അതുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഈ മഹാന് കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് കൊണ്ട് നമ്മെ സഹായിക്കും. നമ്മുടെ സങ്കടം പറഞ്ഞാൽ, നമ്മുടെ വിഷമം പറഞ്ഞാൽ അത് റബ്ബിലേക്ക് എത്തിക്കും. നമ്മൾ എത്രയോ പാപികളും ദോഷികളുമാണ്, ഇവർ മഹാരഥന്മാരാണ്. പാപികളും ദോഷികളുമായ നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. ഈ വിശ്വാസം പറ്റുമോ? പാടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതിനാണ് ഞാൻ ആയത്ത് നമ്പർ പറഞ്ഞത്. 39-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞു, മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് ഒരടുപ്പം അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. ഇത് ശരിയല്ല എന്നാ ഖുർആൻ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോവണമെന്നല്ല പറഞ്ഞത്.
പോവരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ വാദം ഉന്നയിച്ച് റബ്ബല്ലാത്ത ആളുകളെ നിങ്ങൾ തേടരുത് എന്നാണ് പറഞ്ഞത്, തേടണമെന്നല്ല പറഞ്ഞത്. ഈ വാദം ഉന്നയിച്ച് നിങ്ങൾ റബ്ബിനെ വിട്ട് അവന്റെ സൃഷ്ടികളിലേക്ക് പോവരുത് എന്നാണ് പറഞ്ഞത്, അല്ലേ? ഇതൊരു വാദമാണ്. രണ്ടാമത്തത് 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്. കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, മുസ്ലിങ്ങളെ, ഈ നാട്ടിലെ മുസ്ലിങ്ങളെ ശ്രദ്ധിച്ചു കേട്ടോളൂ. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം, പരിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്. ഹൗലാഇ എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന ആളുകൾ, ആരെയാണോ നിങ്ങൾ മഹാരഥന്മാരായി കാണുന്നത് അവർ, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഇവർ ശുപാർശ ചെയ്യും, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ മുഅ്മിനുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. പക്ഷെ അള്ളാന്റെ അനുവാദം ഉണ്ടാകണം. മുത്തുനബിക്ക് പോലും ഒരു മുഅ്മിന് വേണ്ടി ശുപാർശ നടത്താൻ അള്ളാഹുവിന്റെ അനുവാദം ഉണ്ടാകണം. അള്ളാഹ് ചോദിച്ചതാ ഖുർആനില്, അള്ളാന്റെ അനുവാദമില്ലാതെ ആർക്ക് ശുപാർശ ചെയ്യാൻ പറ്റുമെന്ന്. ഏറ്റവും കുബ്രയായ ശഫാഅത്ത് പോലും നാളെ പരലോകത്ത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നടത്തുന്നത്. അതെങ്ങനെ? ഇപ്പൊ തന്നെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ശഫാഅത്ത് നാളെ നടക്കാനുണ്ട്. നെരിയാണി വരെ, മുട്ടുകാല് വരെ, ഊര വരെ, നെഞ്ചിടം വരെ, കടുത്ത് വരെ പിന്നെ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന അള്ളാഹുവിന്റെ കോടതിയിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് ബാലൻസ് തെറ്റി നിൽക്കുന്ന മനുഷ്യരിങ്ങനെ അറിയാതെ പറഞ്ഞു പോകും. സ്വർഗമാണെങ്കിൽ സ്വർഗം, നരകമാണെങ്കിൽ നരകം, ഒന്ന് വിചാരണ നടന്നാൽ മതിയായിരുന്നു എന്ന് അങ്ങനെ ആഗ്രഹിച്ചു പോകുന്ന ഒരു സമയം. ആ സമയത്ത് ഓരോ പ്രവാചകന്മാരുടെ മുന്നിലേക്കും ചെന്ന് റബ്ബിനോടൊന്ന് വിചാരണ തുടങ്ങാൻ പറയാൻ ആവശ്യപ്പെടുമ്പോ ഓരോ നബിമാരും ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു മാറുമ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീണ് കിടക്കും. കുബ്രയായ ശഫാഅത്ത് നടത്തുകയാണ്. അല്ലാഹ് പറയും, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാ, മുത്തുനബിയോട് അല്ലാഹ് പറയാ, ഓ മുഹമ്മദേ, അല്ലാഹ് വിളിക്കുകയാണ്. എന്ത്? ഇർഫഅ റഅസക്, തല ഉയർത്തു, സുജൂദിൽ എഴുന്നേൽക്കൂ, ചോദിക്കൂ എന്താണ് വേണ്ടത് എന്ന്. അങ്ങനെ ഒന്ന് നടക്കുമെന്ന് ഇന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ല, അപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ഒന്നല്ല, അന്നാ കാണുന്നത്. പക്ഷെ പറയുന്നതല്ല, ഇപ്പേ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ലോക മനുഷ്യർക്ക് മുന്നിൽ മുത്തുനബി അംഗീകരിക്കാത്ത മഹാഭൂരിപക്ഷം ആളുകളാണല്ലോ ഇന്ന് ലോകത്തുള്ളത്. യേശു ക്രിസ്തു വരെയുള്ള പ്രവാചകന്മാരെ അംഗീകരിച്ചവർ അവസാനത്തെ നബി അംഗീകരിക്കാതെ തട്ടിമാറ്റിയവരുടെ മുന്നിൽ വെച്ച് ഏറ്റവും വലിയ ശഫാഅത്ത് മുത്തുനബിയുടെ കൊണ്ട് തന്നെ അല്ലാഹ് നടത്തിപ്പിക്കുന്ന മഹാ അത്ഭുതത്തിന്റെ റബ്ബിന്റെ കോടതി വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ആ നബിക്ക് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സ്വന്തം ഇഷ്ടപ്രകാരവും ഇച്ഛപ്രകാരവും ശഫാഅത്ത് നടത്താൻ പറ്റാത്ത റബ്ബിന്റെ കോടതിയിൽ ഈ കബറാളികൾ ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് നടത്തുമെന്ന് പറയാൻ എവിടെയാണ് ഇസ്ലാമിൽ രേഖയുള്ളത്? എവിടെയാണ് രേഖയുള്ളത്? ഇനി ശഫാഅത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ, റബ്ബ് ഇഷ്ടപ്പെട്ടവർ ശഫാഅത്ത് നാളെ പരലോകത്ത് നടത്തുമെങ്കിൽ ആ കബറാളിയോടോ അതല്ല അതുപോലെയുള്ള ആളുകളോടോ ഇന്നു ചെന്ന് നമ്മുടെ സങ്കടം പറയാൻ അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും എവിടെയാണ് അനുവദിച്ചു തന്നിട്ടുള്ളത്? ഇത് വാദം എന്താണ്? ഇവർ അള്ളാഹുവിനോട് അടുത്തവനാണ്, നമ്മെ റബ്ബിലേക്ക് അടുപ്പിക്കും, ഇവർ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഇത് രണ്ടും നിങ്ങൾ പറയരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. മുഅ്മിനോട് പറയാൻ, മുഅ്മിനിത് ഉദ്ദേശിച്ചുകൊണ്ട് നടക്കാൻ നിങ്ങൾ പറ്റുമെന്ന അർത്ഥത്തിലല്ല ഖുർആൻ പറഞ്ഞത്. മുഅ്മിനുകളല്ലാത്ത ആളുകളുടെ സ്വഭാവമാണ് ഖുർആൻ പഠിപ്പിച്ചത്. അല്ലേ പ്രിയപ്പെട്ടവരെ? മൂന്നാമത്തെ രേഖ സൂറത്തു ശുഅറയിലെ 70 മുതൽ 74 വരെയുള്ള വചനങ്ങൾ. അല്ലയോ മനുഷ്യരെ, നബിമാര് ചോദിച്ചതാ, നിങ്ങൾ അവരോട് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് അവർ കേൾക്കുമോ? നിങ്ങളുടെ ദുആ അവർ കേൾക്കുമോ? നിങ്ങളുടെ ദുആ അവർ കേൾക്കുമോ? നിങ്ങൾക്ക് വല്ല ഉപദ്രവവും വരുത്താൻ അവർക്ക് കഴിവുണ്ടോ? ഉപകാരം ചെയ്യാൻ അവർക്ക് കഴിവുണ്ടോ? ഖാലു, അവർ പറഞ്ഞു, ബൽ, മറിച്ച്. എന്താണ്? ഉപകാരം ചെയ്യാൻ കഴിവുണ്ടോ, ഉപദ്രവം വരുത്താൻ കഴിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഖാലു, അവർ പറഞ്ഞു, ബൽ, മറിച്ച്, വജദിനാ അബാഅനാ കദാലിക യഫ്അലൂൻ, ഞങ്ങളുടെ വാപ്പമാരെ വല്ലിപ്പമാരെ ഞങ്ങൾ കണ്ടത് ഇങ്ങനെ ചെയ്യുന്നവരായിട്ടാണ്. വിളിപ്പാടകലെ കിടക്കുന്ന കെട്ടിപ്പൊക്കിയ ജാറമുണ്ടാക്കി വച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ചെന്നിട്ട് അവിടെ വന്നുപോയി കബറാളിക്ക് മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന, സങ്കടങ്ങൾ പറയുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ, ഒന്ന് തിരുത്തി കൊടുക്കാൻ ശ്രമിച്ചു നോക്കൂ നിങ്ങൾ. അവർ തരുന്ന മറുപടി എന്താ അറിയോ? ഞങ്ങളുടെ വാപ്പ ഇവിടെ വന്നിരുന്നു, ഞങ്ങളുടെ വല്ലിപ്പ ഇവിടെ വന്നിരുന്നു, ഞങ്ങളുടെ പണ്ഡിതന്മാർ ഇവിടെ വന്നിരുന്നു, ഞങ്ങൾ കണ്ട അഹ്ലുസുന്ന ഇങ്ങനെയാണ്,
ഞങ്ങൾ കണ്ട കാക്ക കാരണവന്മാർ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞങ്ങളും വരുന്നത്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല, ഞങ്ങളേറെ ചിന്തിച്ചിട്ടില്ല. എത്രയോ കാലമായി മുസ്ലിങ്ങൾ ചെയ്തു പോരുന്ന ആചാരം ഞങ്ങളും ചെയ്തു വരികയാണ്. അതാണ് ഇന്നും നമ്മൾ കേൾക്കുന്ന മറുപടി. ഖുർആൻ അന്നേ പറഞ്ഞ മറുപടിയാണ്. ഖാലു, അവർ പറഞ്ഞു, വജദിന, ഞങ്ങൾ കണ്ടിരിക്കുന്നു, ആബാഅന, ഞങ്ങളുടെ ബാപ്പമാരെ കണ്ടത്, കദാലിക, ഇപ്രകാരം, യഫ്അലൂൻ, ചെയ്യുന്നവരായിട്ടാണ്. കണ്ടോ, ഇങ്ങനെ ചെയ്യുന്നവരായിട്ടാണ് ഞങ്ങളുടെ കാരണവന്മാരും ബാപ്പമാരും വല്ലിപ്പമാരും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങളും ചെയ്തു പോരുന്നു. അതല്ലാതെ അതിന്റെ അപ്പുറം ചിന്തിച്ചിട്ടില്ല. ഇത് ഖുർആൻ പറഞ്ഞ മറുപടിയാണ്. ഈ മറുപടി മുസ്ലിം ഉമ്മത്തെ നമ്മൾ പറയരുത്. ഇത് നമ്മൾ പറയാൻ പാടില്ലാത്തതാണ്. ഇത് അല്ലാഹ് 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് അള്ളാഹുവിന്റെ കലാം ലോകത്തെ ഓതി കേൾപ്പിച്ചതാണ്. അത് മനസ്സിലാക്കാനുള്ള യുക്തിയും ബുദ്ധിയും നമ്മൾ പ്രയോഗിക്കണം. ഖുർആൻ കേൾക്കാനും മനസ്സിലാക്കാനും എളുപ്പമാണ്. പക്ഷേ ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന്, പഠിക്കാൻ ശ്രമിക്കുന്നവർ എത്ര പേരുണ്ടെന്ന ഖുർആനിന്റെ ചോദ്യം അത് ഇന്നും അത്ഭുതമായി ഖുർആനിൽ നിൽക്കുകയാണ്. നിൽക്കട്ടെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവുകൊണ്ട് ഖുർആനിന്റെ റബ്ബിന്റെ കലാമാകുന്ന ഖുർആനിന്റെ വചനം ഇങ്ങനെ ലോകത്തെ കേൾപ്പിക്കാൻ അല്ലാഹ് പറഞ്ഞു. ഖുൽ, പറയൂ നബിയേ, എന്താ പറയേണ്ടത്? ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ആ റബ്ബിൽ ഒരാളെയും ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. നബി ഒരിക്കലും ഷിർക്കിന്റെ ഒരു മൈന്യൂട്ടിലേക്ക് പോലും പോയിട്ടില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ലോകം അവസാനിക്കുന്നത് വരെയുള്ള മനുഷ്യർക്ക് പാഠം ഉൾക്കൊള്ളാനാണ്. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഞാൻ ഒരിക്കലും ഷിർക്ക് ചെയ്യുകയില്ല എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ, അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തെരഞ്ഞെടുത്ത അവസാനത്തെ ദൂതനാണ്. ആ ദൂതന്റെ നാവുകൊണ്ട് നമ്മുടെ നേതാവായ തങ്ങളായ ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കുന്ന മഹാനായ, നാളെ സ്വർഗത്തിന്റെ ഏതു വാതിലും മുട്ടി വിളിക്കാൻ അല്ലാഹ് അനുവാദം കൊടുത്ത ആ മഹാ വ്യക്തിത്വമായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അല്ലാഹ് പറയിപ്പിച്ചു, ദാ ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല, ശിർക്കിന്റെ ജീവിതത്തിൽ വരികയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. കാരണം എന്താ? അതെങ്ങാനും സംഭവിച്ചു പോയാൽ വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ, ഫകഅന്നമാ ഖറ മിനസ് സമാ, ശിർക്ക് ചെയ്തവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? ചില പണ്ഡിതന്മാരെന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകള് അവിടെ നാവുന്നൊക്കെ വരുന്ന വാക്ക് കേട്ടാൽ എങ്ങനെ ഇവർക്കിത് പറയാൻ സാധിക്കുന്നു തോന്നാറില്ലേ? കാരണം എന്താ? ശിർക്ക് സംഭവിച്ചാൽ പിന്നെ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. കൺട്രോൾ ഉണ്ടാവില്ല, സംസാരത്തിന് കൺട്രോൾ ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ദീനിന്റെ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് ചെയ്യുന്നതിൽ അവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ ഫതഖ്തഫുഹു അത്വയ്ർ ഔ തഹ്വീ ബിഹി റീഹ് ഫീ മകാനിൻ സഹീഖ്. എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹു പറയുന്നത്. അവനെ പക്ഷികൾ ഇങ്ങനെ റാഞ്ചിക്കൊണ്ടുപോകാം, കാറ്റവനെ തള്ളി തള്ളി ആരാരുമില്ലാത്ത വിജന പ്രദേശത്ത് കൊണ്ടുപോയി തള്ളിയിടാം. അതുപോലെയാണ് ചില മനുഷ്യരുടെ വർത്തമാനം കേട്ടാൽ. ഒരു പണ്ഡിതൻ പറയുകയാണ്, CM എന്ന് പറയുന്ന മഹാവ്യക്തിത്വം ഖബറിൽ ഇങ്ങനെ മലന്ന് കിടക്കുകയാണ്. ആകാശത്തിന്റെ വുഹായസിലൂടെ കാർമേഘങ്ങളെ മുറിച്ച് പറക്കുന്ന വിമാനങ്ങളെ കാണുന്നു, കൺട്രോൾ ചെയ്യുന്നു. റെയിൽ പാളത്തിലൂടെ കടന്നു പോകുന്ന വിമാനങ്ങളെ എന്റെ പ്രിയപ്പെട്ട CM ഖബറിൽ വെച്ച് ഇങ്ങനെ നിയന്ത്രിക്കുകയാണ്. റോഡിലൂടെ തിക്കും തിരക്കുമായി നാം കാണുന്ന വാഹനങ്ങൾ, ബസ്സുകൾ, ലോറികൾ, കാറുകൾ, റിക്ഷകൾ, ചെറുതും വലുതുമായ വാഹനങ്ങൾ എല്ലാം എന്റെ CM ഇങ്ങനെ ഖബറിൽ വെച്ച് കണ്ട് മലന്ന് കിടക്കുകയാണ്, എല്ലാം നിയന്ത്രിക്കുകയാണ്. ദാ വീണുപോകാനുള്ള ഫ്ലൈറ്റിന്റെ മുന്നിൽ വന്ന് CM ഒരു കൈത്താങ്ങ് കൊടുത്ത് നേരെ കൊണ്ടുപോയി ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഒരു പണ്ഡിതന് പറയാൻ പറ്റുന്നത്? അതാ പറഞ്ഞത്, തൗഹീദിൽ നിന്ന് പിഴച്ചുപോയാൽ, തൗഹീദിൽ നിന്ന് പിഴച്ചുപോയാൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, അവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. പിന്നെ നാവിൽ നിന്ന് വരുന്ന വാക്കിന് കൺട്രോൾ ഉണ്ടാവില്ല, നിയന്ത്രണം ഉണ്ടാവില്ല.
എന്തും പറയും. ഖബറിന്റെ മുന്നിലേക്ക് സിയാറത്തിന്റെ ടൂർ പറഞ്ഞിട്ട് ഇവിടെ ക്ലിപ്പിംഗ് സംവിധാനമുള്ള ഒരു പ്രോഗ്രാം അല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ വാചകങ്ങൾ പറയുകയാണ്. എന്താ പറഞ്ഞത്? ഒരു പണ്ഡിതനായ മനുഷ്യൻ തന്റെ കൂടെ കുറെ ആളുകളെ സിയാറത്ത് ടൂറിന് കൂട്ടിയിട്ട് ഖബറിന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് പറയാ, നീളമുള്ളൊരു ഖബറാണ്, എന്നിട്ട് പറയാ, ഉപ്പാപ്പാ ഞങ്ങൾ ഇവിടെ മുമ്പും വന്നിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ ഉറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടുണ്ട്, ഇപ്പൊ ഞങ്ങൾ ഇതാ ഒരു സംഘമായി വന്നിരിക്കുകയാണ്, ഇനിയും കുറെ ആളുകൾ വരാനുണ്ട് ഉപ്പാപ്പാ. ഉപ്പാപ്പാ കീറി മുറിക്കുന്ന രോഗം ഞങ്ങൾക്ക് തരല്ലേ ഉപ്പാപ്പാ. എങ്ങനെ ഖബറാളിയോട് പറയണത്? കീറി മുറിക്കുന്ന രോഗം ഞങ്ങൾക്ക് തരല്ലേ ഉപ്പാപ്പ, ജീവിതത്തിൽ വല്ല മുസീബത്തും വരാതെ കാക്കണേ ഉപ്പാപ്പ, ഞങ്ങളുടെ മക്കൾക്ക് ഖബറിൽ സുഖമായി കിടക്കാൻ, ഞങ്ങൾക്ക് ഖബറിൽ സുഖമായി കിടക്കാൻ നാളെ സാഹചര്യം ഉണ്ടാക്കണേ ഉപ്പാപ്പ. എല്ലാ കാര്യങ്ങളും ആ ഖബറാളി ഉപ്പാപ്പ ഉപ്പാപ്പ എന്ന് വിളിച്ച് ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ എന്ന് അവകാശപ്പെടുന്ന ആളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ബാക്കിലുള്ള ആളുകൾ ഉറക്കെ ആമീൻ ആമീൻ എന്ന് പറയുമ്പോ ഇത് കണ്ടിട്ട് ന്യായീകരണം നിരത്തുന്ന മനുഷ്യരോട്, പാവപ്പെട്ട മനുഷ്യരെ, ഇതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യരെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ചതിക്കുന്ന പണ്ഡിതന്മാരോട് തിരിച്ചു ചോദിക്കണം നിങ്ങൾ, ഇത് പ്രാർത്ഥനയല്ലെങ്കിൽ പിന്നെ ഏതാണ് ഖബറാളിയോടുള്ള പ്രാർത്ഥന? അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന. കീറി മുറിക്കുന്ന രോഗം തരല്ലേ ഉപ്പാപ്പ എന്ന് പറയുന്നത് ഇത് പ്രാർത്ഥനയല്ലെങ്കിൽ, നാളെ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ലെങ്കിൽ, ഖബറിൽ ഞങ്ങൾക്ക് വെളിച്ചം തരണേ എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ലെങ്കിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ തന്ന് ഞങ്ങളെ കുടക്കല്ലേ ഉപ്പാപ്പ എന്ന് പറയുന്നത് ഈ ഖബറാളിയോടുള്ള പ്രാർത്ഥനയല്ലെങ്കിൽ, ലോകത്ത് പിന്നെ ഏതാണ് പ്രാർത്ഥന? ലോകത്ത് ഏതാണ് പ്രാർത്ഥന? പിന്നെ ഏതാണ് അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ട ദുആ? പിന്നെ ഏതാണ് ഈ ദുആ? ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ഈ അർത്ഥത്തിലുള്ള നൂറുകണക്കിന് വലാലത്തുകൾ, വഴികേടുകൾ കാണാൻ പറ്റും. എന്നിട്ട് പറയുന്നത് എന്താ? ഇത് ഖബറാളിയെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്, അവർ ചില്ലറക്കാരല്ല, അവർ മഹത്തുക്കളാണ്, അവർ മഹാരഥന്മാരാണ്. എന്താ ഇവർക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നത്? അതിന്റെ ആയത്താണ് ഞാൻ പറഞ്ഞത്, 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലെ പ്രിയപ്പെട്ടവരെ 31-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. പോരാ, അല്ലാഹു തആല പറയാ, ഈ ഖബറിൽ കിടക്കുന്നവർ അല്ല, അപ്പുറം കിടക്കുന്നവർ, അങ്ങ് ഏർവാടിയിലോ നാഗൂറിലോ അജ്മീറിലോ മുസ്ലിങ്ങളെ ഉമ്മത്തെ, അവർ നല്ലവരാണെങ്കിൽ അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ആരെ തേടി പോകുന്നുവോ അവർ നല്ലവരാണെങ്കിൽ അവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോ നല്ലവരാണെങ്കിൽ എന്ന് പോലും പറയാൻ നമുക്കവിടെ യാതൊരു വിധത്തിലുള്ള ന്യായവുമില്ല. നമ്മുടെ നബിയാണ് ബദരീങ്ങളുടെ നേതാവ്, സ്വഹാബത്താണ് മുത്തുനബിയുടെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെ നമ്മൾ ഒരിക്കലും ചെറുതാക്കി കാണിക്കുകയല്ല. അവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കും, അല്ലാഹു കൊടുക്കുമാറാകട്ടെ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ അർത്ഥത്തിലുള്ള ഏതെങ്കിലും ഒരു ആവശ്യം അവരിലേക്ക് വെക്കാൻ അല്ലാഹുവിന്റെ ദീന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ട് വഫാത്തായി കിടക്കുമ്പോ അടുത്ത ഖലീഫയെ കുറിച്ച് ധാരാളം ചർച്ചകൾ നടന്നപ്പോ ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞോ, ദാ മുത്തുനബിയുടെ ആ പുണ്യദേഹം ഖബറിലേക്ക് വെച്ചിട്ടില്ല, നമുക്കൊന്ന് ചോദിച്ചു നോക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞോ? വലിയൊരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ, ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കണില്ല, അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? നമ്മുടെ മുൻകാലത്ത് ജീവിച്ച വലിയൊരു പണ്ഡിതനെ പറഞ്ഞിട്ട്, കേരളത്തിലെ വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഒരു പണ്ഡിതനെ പറഞ്ഞിട്ട്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ പറയാ, ഖബറിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ അദ്ദേഹം അങ്ങോട്ട് എല്ലാവരും ഖബറാളിക്ക് സലാം പറയലല്ലേ, പക്ഷെ ഈ ഉസ്താദ് വഅലൈക്കും സലാം എന്ന് മടക്കും. അപ്പൊ കൂടുതൽ ആളുകൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ വഅലൈക്കും സലാം എന്ന് പറഞ്ഞത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അപ്പൊ നിങ്ങൾ ആരും കേട്ടില്ലേ? ഖബറിൽ കിടക്കുന്ന ആള് എന്നോട് ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ സലാം മടക്കിയതാണ്. പിന്നെ ഒരു ദിവസം ചെല്ലുമ്പോ ഈ ഉസ്താദ് ഇങ്ങനെ പറയാ ഖബറിന്റെ അടുത്ത് നിന്നിട്ട്, അതൊന്നും സാരല്ല, കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ ഇവർ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ പറയുന്നത്? നമ്മളൊരു ചെറിയ ചാറൽ മഴ കൊണ്ടിട്ടല്ലേ വന്നത്. അപ്പൊ ഖബറിൽ കിടക്കുന്ന ശൈഖിനോട് ചോദിക്കുകയാണ്, ബുദ്ധിമുട്ടായില്ലേ, പ്രയാസമായില്ലേ, നനഞ്ഞൂല്ലേ എന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞതാണ്. അപ്പൊ പിന്നെന്താ ഈ മരണമെന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, ചെറിയ ചാറൽ മഴ കൊണ്ടതിനെ കുറിച്ച് ഖബറിൽ കിടക്കുന്ന ആളും സന്ദർശിക്കാൻ പോയ ആളും നമ്മളിങ്ങനെ സംസാരിക്കുകയാണ്, നാട്ടുവർത്തമാനങ്ങൾ പറയാണ്.
പിന്നെന്താണ് ഈ മരിച്ചു എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ വഫാത്ത് എന്ന് പറഞ്ഞാൽ? ഖബർ സിയാറത്ത് ഇസ്ലാം പറഞ്ഞതാണ്, സിയാറത്ത് ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചതാണ്, സുന്നത്താണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാ. എന്തിന്? രണ്ടു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഖബർ സിയാറത്ത്. ഒന്ന്, നിങ്ങൾക്ക് മരണബോധം കിട്ടാനാ. ഒന്ന്, നിങ്ങൾക്ക് പരലോകബോധം കിട്ടാനാ. ആ ഖബറിന്റെ മുന്നിൽ ചെന്ന് നിന്ന് നമ്മുടെ ഉമ്മക്ക് വേണ്ടി, നമ്മുടെ വാപ്പക്ക് വേണ്ടി, നമ്മുടെ ഗുരുനാഥന്മാർക്ക് വേണ്ടി, നമ്മുടെ ഷെയ്ഖുമാർക്ക് വേണ്ടി, നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി, നമ്മുടെ മഹലിൽ നമ്മുടെ അറിയുന്ന കൂട്ടുകുടുംബത്തിൽപ്പെട്ടവർക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി നിങ്ങൾ ലോകത്തിന്റെ രക്ഷിതാവായി റബ്ബിനോട് പ്രാർത്ഥിച്ചോളൂ. അതിലൊന്നും തർക്കമില്ല. പക്ഷേ ആ പ്രാർത്ഥിക്കാനായി ഖബർ വരെ പോകണമെന്നുണ്ടോ? ഇല്ല. ഇവിടുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ ഉമ്മമാരെ, നമ്മുടെ നേതാക്കന്മാരെ, നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരെ, നമ്മുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളെ അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് മർഹമത്ത് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവിടെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ പോകുന്ന ഉന്നതമായ സ്വർഗത്തിൽ നാളെ റബ്ബ് നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടുന്നും പ്രാർത്ഥിക്കാം. കാറിലിരുന്ന്, ട്രെയിനിലിരുന്ന്, ബസ്സിലിരുന്ന്, യാത്രക്കിടയിൽ, ജോലി സ്ഥലത്തു നിന്നൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷെ ഖബർ വരെ പോകുന്നത് എന്തിനാ? രണ്ട് പ്രത്യേക ലക്ഷ്യമുണ്ട്. അവിടുന്നും പ്രാർത്ഥിക്കാം അല്ലാഹുവിനോട്. പക്ഷെ രണ്ട് പ്രത്യേക ലക്ഷ്യമുണ്ട്. തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കി തരും. ഖബർ കാണുമ്പോ റച്ചോനെ ഇവിടെ വന്ന് കിടക്കേണ്ടവനാണല്ലോ ഞാൻ എന്ന ഒരു ബോധം ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തിലേക്ക് തരും. പക്ഷേ എന്തിനാണ് ആളുകൾ ഇന്ന് സിയാറത്ത് പോകുന്നത്? എന്തിനാ ഈ പരിസരത്തുള്ള ജാറത്തിലേക്കൊക്കെ വരുന്നത്? ആ അർത്ഥത്തിലുള്ള മരണബോധം കിട്ടാനാണോ? ഉറൂസിന്റെ മേഖലയിലേക്ക് വരുന്നത്? ഭീമാ ഉമ്മാച്ചയുടെ നേർച്ച നടക്കുമ്പോ, കടുവാപ്പള്ളി നേർച്ച നടക്കുമ്പോ, അങ്ങ് കാസർഗോഡ് വരെയുള്ള വ്യത്യസ്തമായ ഖബറുകൾ, പട്ടാമ്പിയിൽ, തിരൂരിൽ യാഹൂ നേർച്ച നടക്കുമ്പോ, തൃശൂരിൽ ചേട്ടുവ നേർച്ച നടക്കുമ്പോ, അങ്ങ് അരട്ടക്കപ്പള്ളി നേർച്ച നടക്കുമ്പോ, അങ്ങ് കുഞ്ഞിപ്പള്ളി നേർച്ച നടക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ആളുകളുടെ മനസ്സുകളിൽ മരണബോധം ഉണ്ടാകാനാണോ കൂട്ടം കൂട്ടമായി ബസ്സിലും കാറിലുമായി ആളുകൾ എത്തുന്നത്? പരിസരത്തുള്ള മരണക്കിണറുകൾ, യന്ത്രഊഞ്ഞാലുകൾ, പട്ടിക്കുട്ടികളുടെ സർക്കസുകൾ എല്ലാം കണ്ടു മടങ്ങുന്ന ഉമ്മയും ബാപ്പയും മക്കളും ചർച്ച ചെയ്യുന്നത് മരണത്തെ കുറിച്ചായിരിക്കുമോ? അല്ല, അവിടുത്തെ യന്ത്ര ഊഞ്ഞാലിനെ കുറിച്ചും സർക്കസിനെ കുറിച്ചും ഒക്കെ ആയിരിക്കുമോ? ദീന് പറഞ്ഞ സ്ഥലത്താണോ മുസ്ലിം ഉമ്മത്തിന്റെ സിയാറത്ത് നടക്കുന്നത്? ആണോ? ദീന് പറഞ്ഞ സ്ഥലത്താണോ സത്യത്തിൽ ഇസ്ലാമിന്റെ പേരിൽ സിയാറത്ത് നടക്കുന്നത്? എന്നിട്ട് അത് സിയാറത്ത് എന്ന പേരിൽ അവിടെ പോയി മടങ്ങുക മാത്രമല്ല, ആ ഖബറാളിയോട് സങ്കടം പറയുന്നു, പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു, ആ വിഷമങ്ങൾ പറയുന്നു, എല്ലാം പറയുന്നു. ഈ ഖബറിൽ കിടക്കുന്നവർ എന്തെങ്കിലും സൃഷ്ടിച്ചവരാണോ ലോകത്ത്? അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരല്ലേ? ഖുർആൻ ചോദിച്ച ചോദ്യമാണ്. ഒരു ഈച്ചയെങ്കിലും അവരാരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഖുർആന്റെ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. യാ യുഹന്നാസ്, ഓ മനുഷ്യരെ, ഉപമ പറഞ്ഞു തരികയാണ് അല്ലാഹ്. യാ യുഹന്നാസ്, ഓ മനുഷ്യരെ, ളുരിബ മസൽ, ഇതാ ഒരു ഉപമ പറഞ്ഞു തരികയാണ്. ഫസ്തമിഉ ലഹു, അത് ശ്രദ്ധിച്ചു കേൾക്കണം. അല്ലാഹ് പറയാ, ഒരു ഉപമ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേൾക്കണം. എന്താണ് ഉപമ? ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ദുആ നടത്തുന്ന ആളുകൾ. ആരോടാ നിങ്ങൾ ദുആ നടത്തുന്നത്? റബ്ബിന് പുറമെ. അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലൻ യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാത്തവരാണവർ. എന്താ പറഞ്ഞത്? ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാത്തവരാണവർ. പോരാ, അവരെന്നല്ല, ഇനി ലോകത്ത് ഇങ്ങനെ ആരൊക്കെ ഉണ്ടോ, വലബിജ്തമഉ ലഹു, ആ അവരെല്ലാവരും ഒരുമിച്ചു ചേർന്നാൽ വരെ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാത്ത മനുഷ്യരാണവർ. ഒരു ഈച്ച ഉണ്ടോ? ഇനി വേണ്ട, സൃഷ്ടിക്കേണ്ട. ഖുർആനാ പറയണത്. സലഫികളുടെ വഅലുകളിൽ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ എഴുന്നേറ്റുന്ന് ഞങ്ങളൊരു ഉപമയുണ്ടാക്കി ഊഹിച്ചു പറയുകയില്ല. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മനുഷ്യരെ സ്വർഗത്തിലെത്തിക്കാൻ, കാരുണ്യവാനായ റബ്ബ്, കരുണാനിധിയുടെ ഉടമയായ റബ്ബ്, മനുഷ്യർക്കേറെ പാപങ്ങൾ ചെയ്താലും പുറത്തു കൊടുക്കുന്ന റബ്ബ്, കടലിലെ നുരയോളം ഉണ്ടെങ്കിലും മാപ്പ് കൊടുക്കുന്ന റബ്ബ്, പർവ്വതം കിടക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു കൊടുക്കുന്ന റബ്ബ്. ആ റബ്ബ് പറയാ, ഒരു ഈച്ചയെ അവരാരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ അതും നടക്കുകയില്ല. ഇനി അല്ലാഹ് പറയുന്ന വാക്കെന്താ അറിയോ? അവരിൽ നിന്ന്
എന്തെങ്കിലും ഒരു വസ്തു, ഒരു ധാന്യം, ഒരു പഞ്ചസാരയുടെ തരി, ഒരു അരിയുടെ കഷ്ണം ഈച്ചയുടെ കാലിൽ ഇറുക്കി പിടിച്ച് ഈച്ചയങ്ങു പറന്നുപോയാൽ അത് തിരിച്ചു വാങ്ങി കൊടുക്കാൻ കഴിയുമോ? നിങ്ങൾ വിളിക്കുന്ന ഈ മനുഷ്യർക്ക് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയാണോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് കഴിയുമോ ഒരു ഈച്ച തന്റെ കാലിൽ ഇറുക്കി പിടിച്ച് പറന്നുപോയ ഒരു ധാന്യമണി തിരിച്ചു വാങ്ങി കൊടുക്കാമെന്ന് ഉറപ്പ് പറയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ ഉത്തരം പറയാ. അല്ലാഹു പറയാ, ലാ യസ്തൻഖിദൂഹു മിൻഹു ളഅഫ ത്വാലിബു വൽ മത്ലൂബ്. അപേക്ഷിച്ചവനും അപേക്ഷിക്കപ്പെട്ടവനും ചോദിച്ചവനും ചോദിക്കപ്പെട്ടവനും ഈ വിഷയത്തിൽ അശക്തനാണ്, ദുർബലനാണ്. അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല. ഇത് ഖുർആൻ പറഞ്ഞ ഉപമയാണ്. എത്ര സിമ്പിളായിട്ടാണ് അല്ലാഹു തആല ഈ വിഷയം മനുഷ്യ സമൂഹത്തോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, റബ്ബല്ലാത്ത ഏതു വ്യക്തിയോട്, അത് മനുഷ്യനാകാം, മലക്കാവാം, ജിന്നാവാം, ജീവിച്ചിരിക്കുന്നവരാവാം, മരിച്ചുപോയവരാകാം, ആരുമാകാം, നിങ്ങൾ പ്രാർത്ഥന നടത്തേണ്ടത് റബ്ബിനോടാണ്. റബ്ബല്ലാത്ത ഒരാൾക്കും പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല. ഞാനല്ല പറഞ്ഞത്, നമ്മളല്ല പറയുന്നത്, ഖുർആനാണ് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന ആയത്താ, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ. ആ ഹും എന്നതിന്റെ തഫ്സീർ എടുത്തോളൂ, ഇബ്നു കസീർ എടുത്തോളൂ, ഖുർത്തുബി എടുത്തോളൂ, ഇമാം തബരിയുടെ തഫ്സീർ എടുത്തോളൂ. എവിടെ മറിച്ച് നോക്കിയാലും കാണാം ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ. ഹും എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കല്ലംബിയാ, അമ്പിയാക്കന്മാരോട് നിങ്ങൾ ദുആ ചെയ്താലും, വല്ലൗലിയ, ഔലിയാക്കന്മാരോട് നിങ്ങൾ ദുആ ചെയ്താലും, വസ്സുദ്ദീഖീൻ, സിദ്ദീഖുകളോട് നിങ്ങൾ ദുആ ചെയ്താലും, വശുഹദാ, ശുഹദാക്കളോട് നിങ്ങൾ ദുആ ചെയ്താലും, ആരോട്, അത് മനുഷ്യനാകട്ടെ ജിന്നാകട്ടെ, ആരോട് ദുആ ചെയ്താലും നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, വാദത്തിന് വേണ്ടി കേട്ടു എന്ന് സമ്മതിച്ചാൽ തന്നെ ലൗ നടക്കാത്ത കാര്യമാണ്. അറബി ഭാഷ അറിയുന്നവർക്കറിയാം, അതിന്റെ നഹ്വിയായ വശമറിയുന്നവർക്കറിയാം, നടക്കാത്ത കാര്യമാണ്. എന്നാലും ആളുകൾ വാദിക്കും, ഞങ്ങൾ അവിടെ പോയിട്ട് റിസൾട്ട് ഉണ്ട്, ഫലമുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയും. ശരി, നിങ്ങളുടെ വാദത്തിന് വേണ്ടി കേട്ടു എന്ന് സമ്മതിച്ചാൽ തന്നെ അല്ലാഹു പറയുന്നു, മസ്തജാബൂ ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം തരില്ല. വയൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കും. ഇന്ന് ലോകത്ത് കൂടുതൽ ആളുകൾ വിളിക്കുന്നത് ഈസാ നബിയാണ്. ഈസാ നബി പരലോകത്ത് എന്ന് പറയും, അല്ലാ ഞാൻ നിരപരാധിയാണ്, എന്റെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, എന്റെ പേരിൽ നേർച്ച വഴിപാടുകൾ നടത്താൻ ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലാ നിനക്കറിയുമല്ലോ, ഞാൻ പറഞ്ഞത് മുഴുവനും നിന്നെ വിളിക്കാനായിരുന്നു. ഈസാ നബി വിളിച്ചവർക്കെതിരെയാകും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിളിച്ചവർക്കെതിരെയാകും, മുഹ്യിദ്ദീൻ ശൈഖ് വിളിച്ചവർക്കെതിരെയാകും. അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നത് കണ്ട് സങ്കടം സഹിക്കവയ്യാതെ കിതാബ് എഴുതിയ മഹാനായ പണ്ഡിതനാണ് മുഹ്യിദ്ദീൻ ശൈഖ്. അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തിന്റെ കിതാബിൽ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെയാണോ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ? നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എന്ത് അധികാരമാണുള്ളത്, എന്ത് അവകാശമാണുള്ളത്? വഫീ ഖൽബിക, നിന്റെ കൽബിൽ കം ഇലാഹ്, കം ഇലാഹ്, എത്ര എത്ര ഇലാഹുകളാ? ഇത് ചോദിച്ച മുഹ്യിദ്ദീൻ ശൈഖിനെയാണ് ഇന്ന് 1000 വട്ടം വിളിക്കുന്നത്. മുഹ്യിദ്ദീൻ ശൈഖ് ചോദിക്കാണ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളെ കൽബിൽ കുറെ അള്ളാഹ്ക്ക് പുറമെ പല ഇലാഹുകളും ഉണ്ട്, എന്നിട്ട് ആ പണി ചെയ്യുന്ന നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ച് കിതാബ് എഴുതിയ ആളാണ് മുഹ്യിദ്ദീൻ ശൈഖ്. പക്ഷെ ആ മുഹ്യിദ്ദീൻ ശൈഖിനെ 1000 വട്ടം ജനലും വാതിലും അടച്ച് 1000 വട്ടം വിളിച്ചാൽ തന്റെ റൂമിൽ വരുമെന്ന് വിശ്വസിപ്പിക്കുന്നു പണ്ഡിതന്മാർ. നഊദു ബില്ലാഹ്. അല്ലേ, ഈ ബിംബത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശ്രമം നടത്തിയത് ഖുർആനിലില്ലേ? ആ ഇബ്രാഹിം നബിയുടെ ബിംബമായിരുന്നു കഅബാലയം ഫത്ഹാകുമ്പോ കഅബാലയത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്നതുപോലെയാണ് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ കിടക്കുന്നു. ഫലസ്തീനിലെ കുട്ടിയുടെ കാല് പോകുന്നു, കൈ പോകുന്നു, ശരീരം മറ്റുപോകുന്നു. ഹോസ്പിറ്റലിൽ ഇങ്ങനെ സ്ട്രെച്ചറിൽ കിടത്തി ആ കുട്ടിയുടെ അടുക്കിലേക്ക് മാധ്യമത്തിന്റെ ആളുകൾ മൈക്ക് പിടിക്കുമ്പോ അല്ലാഹു അക്ബർ, ഫലസ്തീനിലെ മക്കൾ, സഹോദരിമാർ, സുഹൃത്തുക്കൾ പറയുന്നത് കേൾക്കാൻ പറ്റും. അവർക്ക് നമുക്ക് ഉള്ളത്ര ദൂരമുണ്ടോ ബാഗ്ദാദിലേക്ക്, മുഹ്യിദ്ദീൻ ശൈഖിന്റെ അടുത്തേക്ക്? നിങ്ങൾ ആരെങ്കിലും കേട്ടോ?
ഫലസ്തീനിലെ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും മുഹ്യിദ്ദീൻ ഷേഖ് എന്ന് വിളിക്കുന്നത്, യാ മുഹ്യിദ്ദീൻ എന്ന് വിളിക്കുന്നത് കേട്ടോ? ഇല്ല, ഇല്ല, ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വിളി, അങ്ങനെ ഒരു തേട്ടം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇത് പച്ചയായ, ഇതൊക്കെ ഖുർആനിന്റെ ആയത്തുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്, അല്ലേ? അതിന് പറ്റാവുന്ന ഒരിടമായിട്ടാണ് ഇന്ന് ഈ കെട്ടിപ്പൊക്കിയ ജാറങ്ങളും മക്ബറകളും പണ്ഡിതന്മാർ കൊണ്ടു നടക്കുന്നത്. നാളെ റബ്ബിന്റെ കോടതിയിൽ സാധാരണക്കാരെ ചതിച്ചതിന്, സാധാരണക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താത്തതിന് അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ കിടുകിടാവിറക്കുന്ന കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധം പണ്ഡിതന്മാർക്കുണ്ടാകണം. ഇവിടൊക്കെ വെളിപ്പാടകലെയുള്ള മക്ബറകളിൽ, ജാറങ്ങളിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഖാദിമാരും ഉസ്താദുമാരും ഉണ്ടാവില്ലേ? അവർക്കറിയില്ലേ കിതാബിലുള്ളത്? അവർക്കറിയില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിന് അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചിട്ടുണ്ട്. ഖബറിന്റെ മേലെ നിങ്ങൾ കുമ്മായമോ സിമന്റോ അടിക്കരുത്. ആ ഖബർ നിങ്ങൾ കെട്ടിപ്പടുക്കരുത്. ആ ഖബറിന്റെ മേലെ നിങ്ങൾ കയറിയിരിക്കരുത്. ആ ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. ആര് പറഞ്ഞതാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ. സെൽഫികളെ കുറിച്ച് ഈ പണ്ഡിതന്മാർ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന എന്താ? കേരളത്തിലെ മുജാഹിദുകൾ, ലോകാടിസ്ഥാനത്തിലുള്ള സെൽഫികൾ നബിയോട് ഇഷ്ടമില്ലാത്തവരാ, നബിയെ സാധാരണ മനുഷ്യനാക്കുന്നവരാ. ഞാൻ ഈ പ്രസംഗത്തിൽ എത്ര തവണ നബിയുടെ പേര് പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് പണ്ഡിതന്മാർ സാധാരണക്കാരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്, ഇവർ നബിയോട് ഇഷ്ടം വെക്കാത്തവരാ, സാധാരണ മനുഷ്യനാക്കുന്നവരാ. എന്നാൽ ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീന് സ്വീകരിക്കണമെന്ന് വാശിയുള്ളവരാ സലഫികൾ. ആ റസൂലുള്ള പറഞ്ഞ ഈ ഹദീസിലെ 4 കാര്യം സ്വീകരിച്ചവരാരാ? ആരാ സ്വീകരിച്ചത്? നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ ചോദിക്ക്, അന്വേഷിക്ക്. നിങ്ങൾ ഖബറിന്റെ മേലെ കുമ്മായമോ സിമന്റോ പൂശരുത്. സ്വീകരിച്ചതാരാ? കേരളത്തിൽ ലോകാടിസ്ഥാനത്തിൽ സെലഫികൾ സ്വീകരിച്ചതുപോലെ ആരാ സ്വീകരിച്ചത്? ആരാ സ്വീകരിച്ചത്? സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കെട്ടിപ്പൊക്കിയ ഖബറുകൾ ഉണ്ടാകുമോ? ഖബറിന്റെ മേലെ നിങ്ങൾ കുമ്മായമോ സിമന്റോ പൂശരുത്. ഞങ്ങൾ സ്വീകരിച്ചു നബിയുടെ വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ. നിങ്ങൾ ഖബർ കെട്ടിപ്പടുക്കരുത്. ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങളുടെ വാപ്പാന്റെ ഖബർ ഒരു 10 വെട്ടുകല്ല് വാങ്ങി, 2 ചാക്ക് സിമന്റും വാങ്ങി, ഒരു 1/2 ഗുഡിസ് മണലും ഇറക്കി കെട്ടിപ്പടുത്ത് മിനുക്കി തേച്ച് ടൈൽസ് ഒട്ടിക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടല്ല, തൊടില്ല. ഞങ്ങൾ മുത്തുനബിയോടുള്ള ഇഷ്ടമാണ്, ദീനിനോടുള്ള പ്രതിബദ്ധതയാണ്, അള്ളാഹുവിന്റെ ദീനിനോടുള്ള മഹബ്ബത്താണ്. അള്ളാന്റെ റസൂല് പറഞ്ഞതാ നിങ്ങൾ ചെയ്യരുത് എന്ന്. അത് ചെയ്യുന്നവരാ പറയുന്നത് നിങ്ങൾ ദീനിനെ ഇഷ്ടം വെക്കാത്തവരാണ് എന്ന്. ഈ ഒരു വിരോധാഭാസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, ഇല്ലേ? നിങ്ങൾ ഖബറിന്റെ മേലെ എഴുതരുത്. ഒരു 756 എഴുതിയ സ്ലാബ് വാങ്ങാൻ സെൽഫികളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതാണ് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? തെറ്റാണ് ആ വിചാരം. ഞങ്ങൾ വാങ്ങാത്തത് മുത്തുനബിയുടെ കൽപ്പനയുള്ളത് കൊണ്ടാ. ഖബറിന്റെ മേലെ സിമന്റ് പൂശല്ലേ, കുമ്മായം പൂശല്ലേ, കെട്ടിപ്പടുക്കല്ലേ, ഖബറിന്റെ മേലെ കയറി ഇരിക്കല്ലേ, ഖബറിന്റെ മേലെ എഴുതല്ലേ എന്ന് സ്വഹീഹായ ഹദീസ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലും പ്രിയപ്പെട്ടവരെ ഈ ഹദീസ് തന്റെ കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഇല്ലേ? പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിൽ പോലും ദാ ഖബറിന്റെ മേലെ ഉണ്ടാക്കിയ എടുപ്പുകളും കുബ്ബകളും പൊളിച്ചു നീക്കൽ നിർബന്ധമാണ് എന്ന് ഷാഫി മദ്ഹബിന്റെ കിതാബിലുണ്ട്. വതജിബുൽ മുബാദറ ലിഹദ്മിഹാ വഹദ്മിൽ കിബാബില്ലതി അലൽ ഖുബർ ഇദ് ഹിയ അലറു മിൻ മസ്ജിദിൽ ലിറാർ എന്ന് തുടങ്ങുന്ന ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥത്തിൽ പോലും, പള്ളി ദർസിൽ ഓതി കൊടുക്കുന്ന കിതാബിൽ പോലും പറയുന്നത് ഇത് കപട വിശ്വാസികൾ ഉണ്ടാക്കിയ പള്ളിയേക്കാൾ അപകടം പിടിച്ചതാണ് ഖബറിന്റെ മേലെ നിങ്ങൾ ഉണ്ടാക്കുന്ന എടുപ്പുകളും കുബ്ബകളും. അതുകൊണ്ട് അത് പൊളിച്ചു നീക്കൽ നിർബന്ധമാണ് എന്ന് പള്ളിയുടെ അലമാരയിൽ സൂക്ഷിച്ച, പള്ളി ദർസിൽ ഓതി കൊടുക്കുന്ന കിതാബിൽ വരെ എഴുതി വെച്ച വരികൾ ഉണ്ടായിട്ട് ഈ കൊപ്രായം കാണിക്കുമ്പോ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരില്ലേ? ചിന്തിക്കാനാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരുമോനായ പുതിയാപ്പിളയായ അലി റളിയല്ലാഹുവിന്റെ ഷോൾഡറിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ നിന്നൊരു ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ്. വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. മോനെ അലി റളിയല്ലാഹുവിനോട് പറയാ, തങ്ങളായ അലിയോട് പറയാ, മോനെ പൊന്തി നിൽക്കുന്ന ഒരു ഖബർ കണ്ടാൽ അതിനെ തട്ടി സാധാരണ ഖബറാക്കാതെ വിട്ടേക്കരുത് മോനെ. പറഞ്ഞിട്ടുണ്ടോ? കിതാബിലുണ്ടോ?
അലി റളിയല്ലാഹുവിനോട് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ടോ? ഉണ്ട് എന്നത് 100% ഉറപ്പാണ്. സലഫികൾ അത് കൃത്യമായി പഠിച്ചു, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി. ഈ ഖബർ കെട്ടിപ്പൊക്കുക എന്നത് ഹറാമാണ്, ശിർക്കല്ല. ഖബർ കെട്ടിപ്പൊക്കുക എന്നത് ഹറാമാണ്. ഈ ഹറാം ചെയ്യുന്നത് വഴി മനുഷ്യർ ഷിർക്കിലേക്കെത്തും. അതാ ഈ പരിസരത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഖബറാളിക്ക് മുമ്പിൽ വണങ്ങുന്നത്, ആ ഖബറാളിയോട് സങ്കടം പറയുന്നത്, ആ ഖബറാളിയിൽ നിന്ന് പൊരുത്തം ആഗ്രഹിക്കുന്നത്, ആ ഖബറാളിയിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള അടുപ്പം കൊതിക്കുന്നത്, അതിനുവേണ്ടി അദ്ദേഹത്തോട് സങ്കടം പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ചെയ്തേക്കല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തുനിന്ന് വിട പറയാൻ സമയമായപ്പോ വഫാത്താകുന്ന ഘട്ടത്തിൽ പോലും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് മരിക്കുന്ന സമയത്ത്, വഫാത്താകുന്ന സമയത്ത് ഇങ്ങനെ വിറക്കുന്ന കരങ്ങള് ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് മഹദി, നമ്മുടെ ഉമ്മ മുത്തുനബിയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നിട്ട് പറഞ്ഞത് എന്താ പറഞ്ഞത്? അല്ലാഹുവേ ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബർ ഒരു ഉത്സവ പറമ്പാക്കി കൊടുക്കരുത് അല്ലാഹ്. കിതാബിലുണ്ടോ? ഇല്ലേ. എന്റെ ഖബർ ഒരു ഉത്സവ പറമ്പാക്കി കൊടുക്കരുത് അല്ലാഹ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനം യുഅബദ്, പടച്ചോനെ എന്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കല്ലേ അല്ലാഹ്. ഇന്നും മദീനയുടെ മണ്ണിൽ മുത്തുനബിയുടെ ഖബറില്ലേ? ഇല്ലേ. 3 പ്രധാനപ്പെട്ട മറകൾക്ക് പിന്നിലല്ലേ സാധാരണ ഖബറായി നിൽക്കുന്നില്ലേ? റുഫിഅ ഖബറുഹു, മുത്തുനബിയുടെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നഹ്വം മിൻ ശിബർ, ഒരു ചാണോളം എന്ന ഹദീസിൽ വന്നിട്ടില്ലേ? ജാബിർ റളിയല്ലാഹു ധരിച്ചിട്ടില്ലേ? കണ്ട സഹാബികൾ പറഞ്ഞു, ചരക്കല്ലുകൾ ഇങ്ങനെ വാരി വിതറിയതുപോലെ മാക്സിമം ഒരു ചാൺ ഉയരത്തിൽ മുത്തുനബിയുടെ ഖബർ ഞങ്ങൾ കണ്ടു എന്ന്. അങ്ങനെയാണ് നബിയുടെ ഖബർ ഉള്ളത് എന്ന് എഴുതി വെച്ച സഹാബത്തിന്റെ വാക്കുകൾ കിതാബിൽ ഉണ്ടായിട്ട് പച്ചക്കളവ് ഇതാ ഏർവാടിയിലുള്ളതുപോലെ, നാഗൂരിലുള്ളതുപോലെ, അജ്മീറിലുള്ളതുപോലെ, മലപ്പുറത്ത് മമ്പുറത്തുള്ളതുപോലെ, പുതുപൊന്നാനിയിലുള്ളതുപോലെ, അങ്ങ് തിരുവനന്തപുരത്തുള്ളതുപോലെ, അപ്പുറത്ത് കാസർഗോഡുള്ളതുപോലെ, ഇതാ നമ്മൾ കണ്ട കെട്ടിപ്പൊക്കിയ ഖബറുകളെ പോലെ തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബർ എന്ന് പറഞ്ഞ് ഫ്രെയിം ചെയ്തു വെച്ച് അത് ലിവിംഗ് റൂമിലും സിറ്റ് ഔട്ടിലും തൂക്കി ഖബറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ഖബർ എന്ന് പറഞ്ഞ് ഒരു രൂപമുണ്ടാക്കി ആളുകൾ ആയിരങ്ങൾക്ക് വിറ്റുകൊടുത്ത് അതുകൊണ്ട് പണമുണ്ടാക്കുന്നത് ലോകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ കളവിനെ പടച്ചവന്റെ കോടതിയിൽ എന്ത് മറുപടി പറയേണ്ടി വരും? ഇത് ദീനാണോ പ്രിയപ്പെട്ടവരെ? ആണോ? മരിക്കുന്ന അന്ന് പോലും പറഞ്ഞു, പടച്ചോനെ ലഅനത്തുല്ലാ, അല്ലാഹുവിന്റെ ശാപമുണ്ട് അലൽ യഹൂദി വന്നസ്വാറാ, യഹൂദികളുടെ മേൽ നസ്വാറാക്കളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അവർ നബിമാരുടെ ഖബർ കിട്ടിയാൽ, ആര്? യഹൂദികളും നസ്വാറാക്കളും ഒരു നബിയുടെ ഖബർ കിട്ടിയാൽ അവരതിനെന്താക്കി മാറ്റും? ആരാധനാ സ്ഥലമാക്കി മാറ്റും. ആര്? യഹൂദികൾ, ക്രിസ്ത്യാനികൾ. അതുപോലെ തന്നെ പിന്നെ നസ്വാറാക്കളും യഹൂദികളും, 2 കൂട്ടരെയും പറഞ്ഞു. അവരുടെ സെമിത്തേരി അവർക്ക് അവകാശമുണ്ട്. ഇതൊരു ജനാധിപത്യ രാജ്യ, അവർക്ക് കെട്ടിപ്പൊക്കാനോ കുരിശ് നാട്ടാനോ ടൈൽസ് ഇടാനോ മാർബിൾ ഇടാനോ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ ദീനിൽ അത് ചെയ്യരുത്. ഇസ്ലാമിൽ അവർ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യല്ലേ. അവർക്കൊരു നബിയുടെ ഖബർ കിട്ടിയാൽ, ഒരു പ്രവാചകന്റെ ഖബർ കിട്ടിയാൽ ആരാധനാ കേന്ദ്രമാക്കി അവർ മാറ്റും. മുസ്ലിം ഉമ്മത്തോ അഡ്രസ് പോലും ഇല്ലാത്തത് ആരാധനാ കേന്ദ്രമാക്കിയിട്ടില്ലേ? മീറ്റിംഗ് കൂടി പേരിട്ടിട്ടില്ലേ? കടലിൽ നിന്ന് കിട്ടിയ മയ്യത്ത് പെണ്ണിന്റെ ബോഡി ഖബറടക്കം ചെയ്തിട്ട് അവിടെ കൂടിയ ഷൂറ ഫാത്തിമത്ത് സുഹ്റ എന്ന് പേരിട്ട് പിന്നെ മുസ്ലിം ഉമ്മത്ത് അവിടേക്ക് വരാൻ തുടങ്ങിയിട്ടില്ലേ? ഇല്ലേ? ക്രിസ്ത്യാനികൾ നമ്മളോട് ചോദിക്കലുണ്ട്, നിങ്ങൾ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്നവരിൽ ധാരാളം ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ അയൽവാസികൾ വിളിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ 2 ആളെയാണ്. നിങ്ങളുടെ ഖുർആനിൽ പറഞ്ഞ 2 ആളെ. ഖുർആനിൽ ഏക ഒരു സ്ത്രീയുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ, അത് മറിയം ബീവിയുടെ പേരാ. ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ് കറാമത്ത് പ്രത്യക്ഷപ്പെട്ട മറിയം ബീവിയെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ആ ഖുർആൻ പരിചയപ്പെടുത്തിയ തൊട്ടിൽ വെച്ച് സംസാരിച്ചു എന്ന് പറയുന്ന, നിങ്ങളുടെ വിശ്വാസ പ്രകാരം പ്രവാചകനാണ് എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്ന, അത്ഭുതത്തോടുകൂടി ഭൂമിയിലേക്ക് പിറന്നു വീണ ആണിന്റെ സ്പർശനമില്ലാത്ത യേശു ക്രിസ്തു ഈസാ നബിയെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഖുർആനിൽ പറഞ്ഞ 2 പേരെ. നിങ്ങൾ വിളിക്കുന്നതോ 3 കോടി മനുഷ്യരെയാണ്. അത് എവിടെയാണ് നിങ്ങൾക്ക് തെളിവുള്ളത്? ഞങ്ങളാണോ നിങ്ങളാണോ ഭേദം എന്ന് ചോദിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തെ എന്ത് മറുപടി പറയാനുണ്ട്?
എന്ത് മറുപടി പറയാനുണ്ട്? അതുകൊണ്ട് നിങ്ങൾ വിളിച്ചോ നമ്മൾ അവരോട് പറയാറില്ല, വിളിക്കാൻ പാടില്ല. ഏകനായ രക്ഷിതാവിനെയാണ് വിളിക്കേണ്ടത്. ഇസ്രായേലിനെ കേൾപ്പാം, എന്റെയും നിങ്ങളുടെയും കർത്താവായ ഏക കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കണേ, വണങ്ങണേ എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ച ആ മഹാനായ ഈ പ്രപഞ്ചത്തിന്റെ നാഥനെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്. അവരോട് നമ്മൾ പറയുന്നു. മുസ്ലിം ഉമ്മത്തിനോട് ചോദിക്കുകയാണ്, അവരുടെ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? അഡ്രസ് പോലും ഇല്ലാത്ത ഖബറിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ഉണ്ടെങ്കിൽ പറ്റുമെന്നല്ല, അഡ്രസ് ഉണ്ടെങ്കിൽ പറ്റുമെന്നല്ല, അഡ്രസ് പോലും ഇല്ലാത്ത ഖബറിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട്, ഈ ഖബറിൽ ആളുണ്ടോ എന്ന് ഉറപ്പില്ലാത്തത് ഖബറിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ സങ്കടങ്ങളും ദുഃഖങ്ങളും പറയുന്ന മുസ്ലിം ഉമ്മത്തിനോട് ഇതിനേക്കാൾ എന്ത് പറയാനാണ്? ചിന്തിക്കണമെന്ന് മാത്രം, ചിന്തിക്കണേ എന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ, ചിന്താശക്തി റബ്ബ് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥന അവനുള്ളതാണ്, അല്ലാഹുവിനുള്ളതാണ്. വല്ലദീന യദഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ ലിയബ്ലുഗ ഫാഹ് വമാ ഹുവ ബിബാലിഗിഹി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. പരിശുദ്ധ ഖുർആൻ പറയാ എന്താ പറഞ്ഞത്? യഥാർത്ഥ പ്രാർത്ഥന അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവിന് പുറമെ ആരെയൊക്കെ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നോ കേട്ടോ, അവരോടുള്ള പ്രാർത്ഥന ഏതുപോലെയാണ്? വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെയാണ്. ഒരു കിണറിന്റെ വെള്ളത്തിൽ അടിയിലേക്ക് വെള്ളമുണ്ട്, പക്ഷെ വെള്ളം എടുക്കാനുള്ള കയറോ ബക്കറ്റോ ഇല്ല. ആ കിണറിന്റെ കരയിൽ ചെന്ന് കൈനീട്ടി വെള്ളം വായിലെത്താൻ കൊതിക്കുന്ന പോലെയാണ് റബ്ബില്ലാത്ത ആളുകളോട് നിങ്ങൾ നടത്തുന്ന ദുആ. ഇത്ര ക്ലിയർ ആയിട്ട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞു തന്നതാ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ദീർഘമായി ഇനിയും സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. നിങ്ങൾ ചിന്തിക്കുക, ആലോചിക്കുക. റബ്ബിന്റെ ദീനാണിത്, ഇത് തമാശ കളിയല്ല. ഈ വിശ്വാസം ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ നമുക്കെന്ത് പ്രശ്നം വരട്ടെ, അള്ളാഹുൽ നമ്മൾ തവക്കുൽ ചെയ്യും. നമുക്കാകെയുള്ള ഒരു മോനെ റബ്ബ് തിരിച്ചു വിളിച്ചു, നമ്മൾ റബ്ബിൽ ബരമേൽപ്പിക്കും. അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നമ്മൾ പറയും അല്ലേ? ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തിയപ്പോ എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിനുള്ള അചഞ്ചലമായ, ചാഞ്ചല്യമില്ലാത്ത, ചഞ്ചാട്ടമില്ലാത്ത ഉറച്ച വിശ്വാസത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിൽ നിന്ന് വാക്ക് നാവിലൂടെ പുറത്തു വന്നു, ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. പറഞ്ഞില്ലേ? മരത്തിൽ ഇങ്ങനെ ചാരിയിരിക്കുന്ന പ്രവാചകൻ, ഉറങ്ങിപ്പോയ പ്രവാചകന്റെ വാളെടുത്ത് മുത്തുനബിയുടെ താടിയിൽ ഇങ്ങനെ തട്ടിയിട്ട് ശത്രു ചോദിച്ചു, ആരുണ്ട് ഞാൻ ഈ വാള് കൊണ്ട് നിങ്ങളെ വെട്ടുമ്പോ തടുക്കാൻ? അല്ലേ? ചിരിച്ച് അള്ളാന്റെ റസൂല് ചിരിച്ചിട്ട് ആ മനുഷ്യന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അല്ലാ എന്ന് മറുപടി പറയുമ്പോ വാളങ്ങ് നിലത്തു വീണ് പോയത് ഏതോ ബാലരമയും പൂമ്പാറ്റയും എഴുതിയ കഥയല്ല, ദീന് പഠിപ്പിച്ച ചരിത്ര സംഭവമാണ്. മുത്തുനബി വാള് കയ്യിലെടുത്ത് തിരിച്ചു ചോദിച്ചു, നിങ്ങളെ രക്ഷിക്കാൻ ആരുണ്ടാകുമെന്ന് ചോദിക്കുമ്പോ ഒഴിഞ്ഞു മാറി. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനിങ്ങനെ പ്രിയപ്പെട്ടവരെ തിരിച്ചുപോയി. പിന്നീട് ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വരുന്ന ചിത്രം ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്, ഇല്ലേ? നൈൽ ഒരു സമുദ്രത്തിന്റെ മുന്നിൽ മൂസാ നബിയും പിന്നെ ഹാറൂൻ നബിയും അതുപോലെ കൂട്ടരുമൊക്കെ മൂസാ നബിയും സംഘവും വന്നു നിൽക്കുമ്പോ ഫിർഔൻ പിറകിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഫിർഔനിന്റെ ആ വരവ് കണ്ട്, ആയുധങ്ങൾ കണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള ആളുകൾ എന്ത് പറഞ്ഞു? ഇന്നാ ലമുദ്റകൂൻ, നമ്മളിപ്പോ പിടിക്കും, നമ്മളിപ്പോ പിടികൂടും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഫിർഔനും ടീമും പിടികൂടുമെന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കല്ല, പറയണ്ട, അങ്ങനെ പറയണ്ട, എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ വഴി കാണിച്ചു തരും. ഈ നിർഭയത്വം എവിടുന്ന് കിട്ടുന്നതാ? അത് തൗഹീദിലൂടെ കിട്ടുന്നതാ. സൗർ ഗുഹയിൽ ഇങ്ങനെ ശത്രുക്കളുടെ കാല് കാണുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പേടിച്ചപ്പോ, ഇല്ല അബൂബക്കറെ, മൂന്നാമനായി നമ്മുടെ കൂടെ റബ്ബുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ആ നിർഭയത്വം എവിടുന്ന് കിട്ടും സുഹൃത്തുക്കളെ? തൗഹീദിലൂടെ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഈ മക്ബറകളും ജാറങ്ങളും റബ്ബല്ലാത്ത ആളുകളെ തേടി, ബീവിമാരെ തേടി, സിദ്ധന്മാരെ തേടി, മന്നതാ കാഹിനൻ ഔ സാഹിറൻ, സാഹിറിനെയോ കാഹിനെയോ ഒക്കെ തേടിപ്പോയിട്ട് അയാൾ പറയുന്ന കാര്യം വിശ്വസിച്ചാൽ, ഫസദ്ദഖഹു, സത്യപ്പെടുത്തിയാൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു മുത്തുനബിക്ക് ഇറക്കി കൊടുത്ത ഖുർആനിൽ അവിശ്വസിച്ചവനാണവൻ. എവിടുന്ന് സമാധാനം കിട്ടൂല. ഈ മക്ബറിൽ പോയി സമാധാനം കിട്ടില്ല, അപ്പുറത്ത് പോകും കേട്ടോ, ഇപ്പുറത്ത് കയറി നോക്കും, അവിടെ നേർച്ചയാക്കി നോക്കും, ഇവിടെ പലതും കൊടുത്തു നോക്കും, സമാധാനം കിട്ടുകയില്ല.
ഏകനായ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിലേക്ക്, പടച്ചവൻ അവനിലേക്ക് മാത്രം തിരിക്കണമെന്ന് പറഞ്ഞ കൃത്യമായ ഇബാദത്തിന്റെ എല്ലാ വശങ്ങളും അവനിലേക്ക് സമർപ്പിക്കുക. ഈ തൗഹീദിന്റെ വിളംബരം നമ്മളല്ലാതെ മറ്റാരും നടത്താനില്ല. ഇവിടെ കുറേ ബിദ്അത്തുകൾ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. ഒരു വാക്ക് മാത്രം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയാം. എന്നെ കേട്ടവർക്ക് സംശയമുണ്ടോ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച്? നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ വിസ്ഡം ഇസ്ലാമിക് ആ ഓർഗനൈസേഷനെ കുറിച്ച്? നിങ്ങൾ ചോദിച്ചോളൂ. ഖുർആനിനെതിരായി, സ്വഹീഹായ ഹദീസിനെതിരായി എന്താണ് ഞങ്ങൾ ദീനിലേക്ക് പുതുതായി കൊണ്ടുവന്നത്? നിങ്ങൾ പരിചയപ്പെടുത്താറുണ്ട് പണ്ഡിതന്മാർ, ഇവർ പിന്നെ ബിദ്അത്തിന്റെ ആളുകളാണ് എന്ന്, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ കൊച്ചു സംഘം, കേരളക്കരയിൽ മറ്റൊരു ലാഭവും ആഗ്രഹിക്കാതെ ദഅവത്ത് നിർവഹിക്കുന്ന ഈ ചെറിയ ടീം ഒരു ബിദ്അത്ത് ദീനിലേക്ക് കൊണ്ടുവരുന്നത്, ആരെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് വല്ല മിസ്റ്റേക്കും ഉണ്ടെങ്കിൽ തെളിവ് തന്നു പറഞ്ഞാൽ ഉടനെ തിരുത്താൻ തയ്യാറുള്ള ഈ ടീം എന്ത് ദീനിലേക്ക് എന്ത് കാര്യമാണ് പുതുതായി കൊണ്ടുവന്നിട്ടുള്ളത്? തിരിച്ച് നിങ്ങൾ ചിന്തിക്ക്. ഒരു മരണ വീട്ടിൽ നടക്കുന്ന പലതും, അവിടെ നടക്കുന്ന പ്രത്യേക സ്പെഷ്യൽ ഖുർആൻ പാരായണം പോലും പ്രവാചകനും സഹാബത്തും ചെയ്യാത്തതാ. മൂന്നിന്റെ അന്ന് കണ്ണോക്ക് നബിയും സഹാബത്തും ചെയ്യാത്തതാ. മയ്യത്ത് കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ഉറക്ക ദിക്ർ ചൊല്ലി പോയിട്ടില്ല. അസുഖൂതു ഫി ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ മിണ്ടാതെയാണ് പോകേണ്ടത്. വലാ യർഫഅ സൗതൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക്, ഖുർആൻ ഓതിക്കൊണ്ട് ശബ്ദമുയർത്തരുത്, ദിക്ർ ചൊല്ലി ശബ്ദമുയർത്തരുത്, അല്ലാത്തത് കൊണ്ടും നിങ്ങൾ ശബ്ദമുയർത്തരുത്, വർത്തമാനം പറയരുത്. ഇതാ മുൻഗാമികൾ പഠിപ്പിച്ചു തന്നത്, അല്ലേ? അതിനെതിരായി ഞങ്ങൾ എന്തു ചെയ്തു? ഞങ്ങൾ ഹൃദയം കൊണ്ട് ഈ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, മനസ്സുകൊണ്ട് ദിക്ർ ചൊല്ലി, ലോകരക്ഷിതാവായ റബ്ബിനെ കുറിച്ച് ആലോചിച്ച്, മരണത്തെക്കുറിച്ച് ചിന്തിച്ച് മയ്യത്തിന്റെ കൂടെ മിണ്ടാതെ പോകുന്നു. വർത്തമാനം പറയുന്നവർ ആരെങ്കിലും ഉണ്ടോ? സ്റ്റോപ്പ് ചെയ്യണം. ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല, അല്ലേ? 40 നടത്തുന്നു, എവിടെയാണ് പ്രമാണമുള്ളത്? ആണ്ട് നടത്തുന്നു, എവിടെയാണ് പ്രമാണമുള്ളത്? ഒരു മയ്യത്തിന്റെ തലയുടെ ഭാഗത്തിരുന്ന് തൽക്കീൻ ചൊല്ലുന്നു, എവിടെയാണ് ഇസ്ലാമിൽ പ്രമാണമുള്ളത്? എവിടെയാണ് പ്രിയപ്പെട്ടവരെ പ്രമാണമുള്ളത്? നോട്ടീസ് അടിച്ച് ഈ മയ്യത്തിന് വേണ്ടി എല്ലാ സ്ഥലത്തേക്കും നിസ്കരിക്കാൻ കൊടുത്തയക്കുന്നു. ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ. ഖബറിൽ ചോദിക്കുന്ന ചോദ്യം പേപ്പറിൽ എഴുതിയിട്ട് മയ്യത്തിന്റെ തുണിയിൽ വെച്ചു കൊടുക്കുന്നു. ഉണ്ട്, നേരിട്ട് കണ്ടതുകൊണ്ടാ പറയണത്. ആ ഖബറിൽ ചോദിക്കുന്ന ചോദ്യം റബ്ബുക, ആരാ നിന്റെ റബ്ബ് എന്ന് ചോദിക്കുന്ന ചോദ്യം ഉത്തരം, അടുത്ത ചോദ്യം ഉത്തരം പേപ്പറിൽ എഴുതി മയ്യത്തിൽ ഖബറിലേക്ക് വെച്ചു കൊടുക്കുക. എവിടുന്ന ഈ പ്രമാണം? ഇതിനൊക്കെ ഇത് ദീനിൽ ആര് കിടത്തിക്കുട്ടിയതാണ്? ഒരു മനുഷ്യന്റെ ജന്മദിനാഘോഷം നമുക്ക് നടത്താൻ എവിടെയാണ് തെളിവുള്ളത്? പ്രവാചകൻ ഗുരുവര്യനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം നടത്താൻ എവിടെയാണ് രേഖയുള്ളത്? നമ്മുടെ ഉപ്പാന്റെ, നമ്മുടെ മോന്റെ, നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ പോലും നമ്മൾ ആഘോഷിക്കലില്ല. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചിട്ടുണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ. സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഭാര്യമാര് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആ മദ്ഹബിന്റെ ഇമാമുകൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരാണ് ഈ ജന്മദിനാഘോഷം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്? ഇന്ന് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിയാക്കൾ എന്ന് പറയുന്ന ടീമാണ് ജന്മദിനാഘോഷം ഇതാ ലോകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഏറ്റെടുത്തത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി രാജാവായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഖബർ കെട്ടിപ്പൊക്കുക എന്നത് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ചെയ്തിട്ടില്ല, ചെയ്യരുതെന്ന് പഠിപ്പിച്ച കാര്യമാണ്, ഹദീസ് കൊണ്ട് പഠിപ്പിച്ച കാര്യമാണ്. ആരാണ് ലോകത്ത് ഖബർ കെട്ടിപ്പൊക്കി ഈ സമ്പ്രദായം കൊണ്ടുവന്നത്? ഇസ്ലാമിന്റെ ഉള്ളിൽ കയറി പ്രിയപ്പെട്ടവരെ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഷിയാക്കൾ എന്ന് പറയുന്ന 17,000 ആയത്തുകൾ ഖുർആനിൽ ഉണ്ടായിരുന്നു. അതൊക്കെ അബൂബക്കർ സിദ്ദീഖ്, അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ അവർ പറയില്ല. ലഅനത്തുല്ലാഹ, അല്ലാഹ് അവരെ ശപിക്കട്ടെ എന്നാ പറയാ ഷിയാക്കള്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് 6236 ആയത്താക്കി ചുരുക്കിയതാണ്. ബാക്കി മുഴുവനും ഇവർ ഡിലീറ്റ് ചെയ്തതാണ് എന്ന് പറയുന്ന ഷിയാക്കളല്ലാതെ പ്രിയപ്പെട്ടവരെ ലോകത്താരാ ഈ ഖബർ കെട്ടിപ്പൊക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നത്? നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. ഇത് ദീനിൽപ്പെട്ടതല്ല. ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങള് കുത്തുറാത്തീബാകട്ടെ, അല്ലേ, ഏതെങ്കിലും മജ്ലിസിലേക്ക് മരിച്ചുപോയ മഹാരഥന്മാർ ഹാജരാക്കുന്ന സമ്പ്രദായം ഇന്നും ഈ കേരളക്കരയിലെ വലിയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ പറഞ്ഞത്, ഈ കെ ഉസ്താദൊക്കെ ഇപ്പൊ കൂടി പാറി നടക്കുന്നുണ്ടെന്നാ വലിയ സമ്മേളനത്തിൽ വരെ പറഞ്ഞത്. ഈ കെ ഉസ്താദൊക്കെ ഇങ്ങനെ റൂഹ് പാറി നടക്കുകയാണ്, അല്ലേ? ഖുർആനിന്റെ ആയത്തോതിയിട്ട് പ്രിയപ്പെട്ടവരെ ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരുടെ റൂഹുകളാണ് എന്ന് പച്ചയായി പ്രസംഗിക്കാൻ
അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് എവിടെയാണ് രേഖയുള്ളത്? 100 കൂട്ടം ചോദ്യങ്ങൾ തിരിച്ച് നിങ്ങൾ അന്വേഷിച്ചോ, തിരിച്ച് നിങ്ങൾ ചോദിച്ചോ. ഇതാ സലഫി പ്രസ്ഥാനം ചെയ്യുന്ന കാര്യം ഏതെങ്കിലും അർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു നിലക്ക് ദീനിൽ പെടാത്തതാണ്, ഖുർആനിൽ ഇല്ലാത്തതാണ്, ഹദീസിൽ ഇല്ലാത്തതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിക്കണം, പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സർവശക്തനായ റബ്ബ് എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത് വാശിയുടെ വർത്തമാനമല്ല, ഇത് ഏതെങ്കിലും ആളുകളോടുള്ള വിരോധത്തിന്റെ സംസാരമല്ല. ഇത് ദീന് പഠിക്കണേ എന്ന് കൊതിച്ചുകൊണ്ട് മോഹിച്ചുകൊണ്ട് നടത്തുന്ന സംസാരമാണ്. എന്റെ വാക്കിൽ എവിടെയെങ്കിലും അക്ഷരപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വേഗതയിൽ പറഞ്ഞു പോകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കാത്ത ഏതെങ്കിലും ഒരു സെന്റൻസ് എന്റെ നാവിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി വായിക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ തൗഹീദിന്റെ വെളിച്ചം ഈ പ്രദേശത്ത് ഞാൻ 2ാമത്തെ തവണയാണ് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇവിടെ എഴുന്നേറ്റുന്നു സംസാരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ദീനിന്റെ രംഗത്ത് ഇനിയും ദഅവയുടെ മേഖലയിൽ ഉജ്ജ്വലമായി പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പണികെടുത്ത പ്രായമുള്ളവർക്കും കുട്ടികൾക്കും യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഞങ്ങളൊക്കെ സ്റ്റേജിൽ കയറുന്നത് കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നമ്മളെ അറിയും. പക്ഷേ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടിലേക്ക് ദൂരെ നടന്നു ചെന്ന് ഈ പ്രോഗ്രാമിലേക്ക് നോട്ടീസ് കൊടുത്ത് ക്ഷണിച്ച പാവപ്പെട്ട റിക്ഷക്കാരനെ, പാവപ്പെട്ട കൂലിപ്പണിക്കാരനെ, പാവപ്പെട്ട മനുഷ്യനെ, ചിലപ്പോ ബിസിനസ് രംഗത്ത് നിന്ന് തൽക്കാലം 2 ദിവസം മാറി നിന്ന് അധ്വാനിച്ചവനെ ഒരുപക്ഷെ ആളുകൾക്കറിയില്ല, ആളുകൾ അറിയാൻ വേണ്ടിയല്ല. അല്ലാഹുവേ നിനക്കറിയുമല്ലോ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഈ ദഅവത്തിന്റെ മേഖലയിൽ ഇനിയും നടക്കുന്ന പ്രോഗ്രാമുകൾക്ക് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് 11-ാം തീയതി തിങ്കളാഴ്ച മയ്യത്തുങ്കരയിൽ ഫാമിലി കോൺഫറൻസ് നടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ പ്രോഗ്രാം വിജയിക്കണം. പടച്ചവൻ അത് വിജയിപ്പിക്കുമാറാകട്ടെ. അവിടെ ഡോക്ടർ ജൗഹർ മുനവർ, അതുപോലെ തന്നെ അനസ് സലാഹി ഇവരാണ് സംസാരിക്കുന്നത്. കുടുംബം പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ എന്ന വിഷയത്തിൽ മയ്യത്തുങ്കരയിൽ 11-ാം തീയതി നടക്കുന്ന ഫാമിലി കോൺഫറൻസിലേക്ക് കൂടി നിങ്ങളെ ഞാൻ ഹാർദമായി ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.